ഒരർത്ഥത്തിൽ അള്ളാഹു ജീവിതത്തിൽ തന്നതൊക്കെ വലിയ സൗഭാഗ്യം. ആ കാര്യത്തിൽ ഞാൻ വലിയ സമ്പന്നനാണ്. എന്റെ ജീവിതത്തിൽ അള്ളാഹു തന്ന സൗഭാഗ്യങ്ങളൊക്കെ വലിയ സൗഭാഗ്യങ്ങൾ. ഇന്നവരെ എന്നെ മരുമോനെന്ന് വിളിച്ചിട്ടില്ല, മോനെന്ന് വിളിക്കും. വാതിനിറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ എത്തണവരെ നിസ്കാരപ്പായില്ല. കണ്ടാലേ പിന്നെ ആശ്വാസം വരും. അള്ളാഹു നമ്മുടെ ഭാര്യ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്ത് ആരോഗ്യം കൊടുക്കട്ടെ. അവനൊന്നെ അമ്മോശം കാക്കാക്ക് വേണ്ടി രാമ്യപരുടെ കുട്ടിയെ അള്ളാഹു അവർക്ക് നല്ല ഔഫിയത്ത് കൊടുക്കട്ടെ. എല്ലാവരും മാതാപിതാക്കൾക്ക് വേണ്ടി എന്നെ ദുആ ചെയ്യുക. ഇങ്ങനെ ഒരു മുരിയാരങ്ങൾ കണ്ടിട്ടുണ്ട്. അമ്മോശം കാക്കാക്ക് അമ്മായിമ്മയ്ക്കും വേണ്ടി ദുആ ചെയ്യുക. അതുകൊണ്ട് ഉള്ള സ്വർണ്ണം എന്റെ കയ്യിൽ തരി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാരാണ്? ലോകത്തിന്റെ നേതാവല്ലേ, ഉരുളവില്ലാത്ത സമസ്യയല്ലേ, പിക്കാസോയെ തോൽപ്പിച്ച സാഹിത്യകാരനല്ലേ. ആ വാക്കുകൾക്ക് എന്ത് മറുപടിയാണുള്ളത്? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുഹാ. അല്ലാഹുവിന്റെ വഹി കൊണ്ട് സംസാരിച്ച പ്രവാചകനല്ലേ. ആരോടാണ് സ്നേഹമെന്ന് ചോദിച്ചറിയില്ല. അല്ലാഹു അന്നവരോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാലേ ഫാത്തിമ ഹബ്ബു ഇലയ്യ മിൻകാ, നിന്നേക്കാൾ സ്നേഹം എനിക്കെന്റെ ഫാത്തിമയോടാ. അലിയേ, നിന്നേക്കാൾ സ്നേഹം എനിക്കെന്റെ ഫാത്തിമയോടാ. വഅന്ത ഹബ്ബു ഇലയ്യ മിൻഹാ, അവളെക്കാൾ സ്നേഹം എനിക്ക് നിന്നോടുമാ. ഹബീബായ മുത്തിന്റെ മറുപടിയാ, നിന്നേക്കാൾ സ്നേഹം ഫാത്തിമയോടാ, എന്നാൽ ഫാത്തിമയേക്കാൾ സ്നേഹം നിന്നോടുമാണ്. ഒരേപോലെ ജീവിതത്തിന്റെ ഒരേ ഒരു ചോദ്യം ചോദിച്ചലിയനോട് ലോകത്താർക്കും പറയാൻ കഴിയാത്ത മറുപടി പറഞ്ഞു. ഫാത്തിമ ഹബ്ബിലേക്കാ, നിന്നേക്കാൾ എനിക്കിട്ടമെന്റെ ഫാത്തിമയോടാ, ഫാത്തിമയേക്കാൾ ഇഷ്ടം നിന്നോടാ. അലി റളിയല്ലാഹു തആല പൊട്ടിച്ചിരിച്ചുപോയി. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാറില്ല, ഇത് വാപ്പാടെ മോളാ, വാപ്പാടെ അതേ ബുദ്ധിയാ, വാപ്പാടെ അതേ ചിന്തയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു തആല പറയുന്നുണ്ട്, ഫാത്തിമ ബീവി നിൽപ്പിലും നടപ്പിലുമൊക്കെ ഹബീബായ മുത്തിനെ പോലെയാ. ഫാത്തിമ ബീവി സദസ്സിലേക്ക് വന്നാൽ അല്ലാഹുവിന്റെ റസൂലാണ് വരുന്നത്. അതേപോലത്തെ നടപ്പാ, അതേപോലത്തെ നിൽപ്പാ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളെ കണ്ടിട്ടില്ലേ? ആ നടപ്പ് കാണുമ്പോ, ആ നിൽപ്പ് കാണുമ്പോ, ആ വാക്കുകളിലെ പക്വത കാണുമ്പോ കടപ്പനക്കൽ തറവാട്ടിലെ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മ വരും. വാപ്പ അതേപോലെ അച്ചടിച്ചു വെച്ച പണപ്പനക്കൽ തറവാടിലെ പെണ്ണുമാണ്. അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ബുദ്ധിയുടെ കാര്യത്തിൽ ഫാത്തിമ അല്ലാഹുവിന്റെ റസൂലിനെ പോലെയാ. കാരണം ഒരു ദിവസം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, സഹാബാ, ഓ സഹാബാ, അയ്യു ശൈഇൻ അഹബ്ബുൽ മർആ, ഒരു പെണ്ണിന് ഏറ്റവും വേണ്ട കാര്യമേടാ, ഏറ്റവും ബുദ്ധിമതിയായ പെണ്ണാരാ? കാലത്ത് മുരുക്കുമ്പട്ടയിലെ പെണ്ണോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, സഹാബേ, ഒരു പെണ്ണിന് ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യമേടാ? ആപത്തൊരാൾ പോലും മറുപടി പറഞ്ഞില്ല, ഉത്തരം കിട്ടുകയില്ല. ഹബീബായ നബി നിങ്ങൾ വീട്ടിൽ ചെന്നപ്പോ, വീട്ടിൽ ചെന്നിട്ട് ഭാര്യമാര് ഫാത്തിമ ഇരിക്കുമ്പോ ആ സമയത്തല്ലാണ്ട് റസൂൽ ചോദിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര്, അയ്യു ശൈഇൻ അഹബ്ബുൽ മർആ, ഏറ്റവും കൂടുതൽ ഒരു പെണ്ണിന് ഇഷ്ടപ്പെട്ട, ഒരു പെണ്ണിന് ഏറ്റവും നിർബന്ധമായ കാര്യമേതാ? അയ്യു ശൈഇൻ ഖൈറുൽ മർആ, ഒരു പെണ്ണിന് ഏറ്റവും നല്ല കാര്യമേതാ? ഓ സ്വയത്ത് ഫാത്തിമ ബീവി പറഞ്ഞ മറുപടി ഏടുന്നതോ? ഹബീബായ നബിയേ, ഞാൻ ഉത്തരം പറയാമിപ്പോ. ഞാനാണ് മാറേ, ഒരു പെണ്ണിനെ നല്ല കാര്യമേണെന്നറിയോ? ഇത് നാളെ എന്റെ കാസറ്റിലൂടെ കേട്ടാലും നേരിട്ട് കേട്ടാലും എന്റെ പെങ്ങന്മാരുടെ മറക്കരുത്. ഫാത്തിമ ബീവിയുടെ സതുപദേശമാണ്. ഒരു പെണ്ണിന് ഏറ്റവും നല്ല കാര്യം അല്ലാഹുന്ന വിജാ, അല്ലാഹുന്ന വിജാ, ഒരന്യപുരുഷന്റെ അവളുടെ ശരീരം കാണാതിരിക്കലോ. ഒരു പെണ്ണിന് ഏറ്റവും
വിലപ്പെട്ട കാര്യമെന്നറിയോ? അവന് വിമണോത്ത് ഇയറാവലല്ല, അവന് ചാനൽ ഷോയുടെ അവതാരികയാവലല്ല, അവന് ന്യൂസ് റീഡറാവലല്ല, അവന് BBC-യുടെ അവതാരികയാവലല്ല, അവന് പരസ്യത്തിന്റെ ഹോമോടനാവലല്ല. അവരുടെ ശരീരഭാഗങ്ങൾ അവര് നിഷിദ്ധമാക്കപ്പെട്ട അന്യപുരുഷൻ കാണാതിരിക്കണം. ഒരു പെണ്ണിന് ഏറ്റവും നന്മയുള്ള കാര്യമെന്ന് മഹിതാമണി ഫാത്തിമ അലനാമണി ഫാത്തിമ അലല്ലാഹു തആല ആധുനിക ദേശവസ്ത്രവിധാനത്തിന്റെ പേരും പറഞ്ഞിട്ട് തലമറക്കാതെ അവരത്ത് മറക്കാതെ നടക്കുന്ന ഉമ്മ പരപുരുഷനെ കാണുന്ന രീതിയിൽ തന്റെ ശരീരത്തിന്റെ വസ്ത്രവിധാനങ്ങളെ പ്രദർശിപ്പിച്ചു നടക്കുന്ന, ഇപ്പം നോക്കിയാൽ മുരുക്കും പട്ടിയിൽ വാക്കവയുടെ വഴിയേക്കാമെന്ന് എല്ലാ പെണ്ണും തലയിൽ തട്ടമിട്ടിട്ടുണ്ട്. പറ്റുന്നവരൊക്കെ പർദ്ദയിട്ടിട്ടുണ്ട്. ചിലർക്ക് വകുവിന് പോകാൻ വേണ്ടി മാത്രം ഒരു പർദ്ദയുണ്ട്. ചിലർക്ക് സ്ഥാനമാര് പങ്കെടുക്കുന്ന വേദിയിലെത്താൻ മാത്രം ഒരു പർദ്ദയുണ്ട്. ഇപ്പെല്ലാരും തലമറക്കുന്നവര്, ഇപ്പെല്ലാരും പർദ്ദയിടുന്നവരാ. പക്ഷേ വിവാഹം നടക്കുമ്പോ, ബന്ധുക്കളുടെ കല്യാണം നടക്കുമ്പോ ആ സമയത്ത് തലയിൽ മുല്ലപ്പൂവും വെച്ച് ആടിച്ചോടിയെത്തുന്ന കല്യാണ പന്തലിലൂടെ നായെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അലസഗമനം നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, മലബാറിലെ കല്യാണവേദികള് ബീച്ചിരിയുടെ ഫാഷൻ ഷോ പോലെ അകപ്പതിച്ചു പോകുമ്പോ എത്രയോ സ്ഥലങ്ങളിലാണ് കാണുന്നത് അന്യപുരുഷൻ കാണുന്ന രീതിയിൽ നിന്ന് മോശപ്രവസരം നടത്തുമ്പോ മേറാജിന്റെ രാത്രിയിൽ അല്ലാണ്ട് റസൂൽ പൊട്ടിക്കരഞ്ഞെടുന്തിനാ ബിലാലേ ബിലാലേ ബിലാലേ, മേറാജിന്റെ യാത്ര പോകുമ്പോൾ നരകത്തിൽ ഞാനൊരു പെണ്ണിനെ കണ്ട് ആ പെണ്ണിനെ പിടിച്ചു നിർത്തിയിട്ട് തലയിലിരിക്കുന്ന വലിയ മൂർച്ചയിലായിരുന്നു കൊണ്ടൊരു മലക്കാ പെണ്ണിന്റെ തലപ്പിളന്ന് മാറ്റുകയാ. അതിന്റെ ഉള്ളിൽ നിന്നവളെ രണ്ടായി മുറിച്ചു മാറ്റിയിട്ട് അവളുടെ കുടമാല വലിച്ചെടുത്ത് ഹമീമിലേക്ക് എറിയുകയാ. എന്താ ഹമീമെന്നറിയോ? യുതൂഫൂന ബൈനഹാ വബൈന ഹമീമിനാ. പെണ്ണെ, ഹമീമെന്ന് പറയുന്ന ചീന്തലും അതല്ല പവച്ചപ്പെട്ടെന്ന് ചൂടുള്ള സാധനമോ. ആ ചൂടുള്ള ഹമീമിലേക്ക് കുടൽമാല വലിച്ചെറിയുന്നത് കണ്ടത് തലമറക്കാത്ത പെണ്ണിനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി പറയാ, എന്റെ ശരീരം ഒരു പരപുരുഷനെ വരെ കണ്ടിട്ടില്ലെന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു ഉത്തമ വ്യക്തിത്വമായി മാറാണ് എന്റെ പൈസക്കണ കഥയെല്ലാം നമുക്ക് പറയാണ്ടാവുള്ളൂ. നാട്ടിൽ വിളിച്ചാലേ സർക്കാർ ഇങ്ങോട്ട് ഇൻഷാ അല്ലാഹ്. ൊന്നുമില്ല. ഇപ്പൊ വളാഞ്ചേരിയുള്ള ഒരു ടീം എന്റെ നാട്ടിൽ ഫുട്ബോൾ കളിക്കാൻ വന്നു. ഞാനവരെ കളി കാണാൻ പോയി. ഞാൻ കുട്ടികളുടെ കളി കാണാൻ പോയി. തിരിച്ചവരെന്റെ വീട്ടിൽ വന്നു, കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു പോയി. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. സ്പോർട്സ്മാൻ സ്പിരിറ്റോടെയാ പറയാ. ഞാൻ പറഞ്ഞ മെസ്സിയുടെ സംസ്കാരം നിങ്ങളെ ഭരിക്കാൻ പാടില്ല. ഫുട്ബോളോ ക്രിക്കറ്റോ എന്ത് കളിച്ചോട്ടെ, അതൊരു വ്യായാമമല്ലേ. പക്ഷെ മെസ്സിയുടെ സംസ്കാരം, മെസ്സി കല്യാണം കഴിച്ച ആളല്ല, ലിവിങ് ടുഗദറാണ്. അവിടെ കല്യാണം കഴിക്കണ്ട, ഇഷ്ടമുള്ളതിന്റെ കൂടെ ജീവിക്കാം. യൂറോപ്പ് അങ്ങനെയാണ്. വെയിറ്റ് ഷെഡിന്റെ മറുഭാഗത്ത് പ്രോസ്റ്റിറ്റ്യൂട്ട് റൂമുള്ള നാടാണ് യൂറോപ്പ്. നാണമാണ്. വെയിറ്റ് ഷെഡിന്റെ മറുഭാഗത്ത് AC റൂമുണ്ട് പ്രോസ്റ്റിറ്റ്യൂട്ടുകൾക്ക് വേണ്ടി. അതാണ് യൂറോപ്പ്. അമേരിക്കയിലെ പുതിയ നിയമം, ഓഫീസിൽ ജോലി ചെയ്യുന്ന ആണും പെണ്ണും കല്യാണം കഴിക്കണമെങ്കിൽ അവിടെ രജിസ്റ്റർ ബുക്ക് വെച്ചിട്ടുണ്ട്. കല്യാണം കഴിക്കുക, അപ്പുറത്തെ റൂമിലേക്ക് പോവുക, എല്ലാ മോഹവും തീർന്നു കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യുക, പിന്നെ അടുത്ത ആഴ്ച രാവിലെ 10 മണിക്ക് വീണ്ടും അടുത്തതിനെ കെട്ടുക. നിങ്ങൾ ആലോചിക്കാരും, പറച്ചോനെ അങ്ങോട്ടൊരു വിസയും ഒരു ജോലിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ. എന്റെ മനുഷ്യന്മാരെ, ഇതാണ് പെണ്ണ്. 1 ലക്ഷം രൂപ തന്നാൽ ആ പെണ്ണിന്റെ പേരിലാണ് തമിഴ്നാട്ടിൽ ക്ഷേത്രമുണ്ടായത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിഞ്ഞൂടെ എന്താ ക്ഷേത്രത്തിന്റെ അർത്ഥം? ഏത് സമയത്ത് മാർക്കും എപ്പോൾ വേണമെങ്കിലും അകത്ത് കയറാം. നിങ്ങൾ പച്ചപ്പട്ടന്മാരങ്ങ് മനസ്സിലാവൂല. ആ പെണ്ണിന്റെ പേര് ക്ഷേത്രം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താ? ആർക്കും ഭക്തി തോന്നി കൂടിയാൽ അപ്പൊ ആർക്കും. ദേവാലയം അങ്ങനെയാണല്ലോ. ഏത് ദേവാലയവും എപ്പോ ആർക്ക് വേണേലും ചെരിപ്പഴിച്ചു വെച്ച് അകത്ത് കയറാം. അതാണ് കഥ. ഉസ്താദ്, ഈ നാട്ടിലല്ലേ നിങ്ങൾ ജീവിക്കുക? 1 ലക്ഷം രൂപ തന്നാൽ തന്റെ ഉടുതിനീരുന്ന് കാണാമെന്ന് പറഞ്ഞ പെണ്ണ്, കല്യാണം കഴിക്കുന്നെന്ന് പാട്ടുപാടിയ പെണ്ണ്,
പണ്ടൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ബാഗി ജീൻസ് ഷൂസ് മണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം, 100cc ബൈക്കും അതിലൊരു. നിങ്ങൾ മുത്തക്കിങ്ങളാണ് അപ്പ മക്കളെ, നിങ്ങളും അല്ലാത്ത മക്കളെ തന്നെ. ബാഗി ജീൻസും കിട്ടണില്ലല്ലോ പടച്ചോനെ, പണ്ട് കേട്ടതാണ്. ബാഗി ജീൻസും ഷൂസും അണിഞ്ഞ് ടൗണിൽ ചെത്തി നടക്കാം, 100cc ബൈക്കും അതിലൊരു പൂജാപട്ടും വേണം. ആരാ പൂജാപട്ട്? പാറി നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ല. ആരാ പൂജാപട്ട്? ഇതൊക്കെ നീ ഫോണിൽ വെച്ച് കേട്ടതാരാ? പൂജാവട്ടാരാ? 10 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബോംബെ നഗരത്തിൽ ഉടുതുണി ബന്ധമില്ലാതെ പരസ്യമായിട്ട് 2 കിലോമീറ്റർ ഓടിയ പെണ്ണാ പൂജാവട്ട്. ആ പൂജാവത്തിന്റെ കിടപ്പറയിൽ കൂട്ടാളിയായി കിട്ടിയാൽ അതാണ് എന്റെ ജീവിതാഭിലാഷമെന്ന് പാടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉസ്താദേ എങ്ങനെയാ ഫാത്തിമയാകുന്നതെന്ന് ചോദിച്ചാൽ പെണ്ണേ, ഇതിനേക്കാൾ തുണിയില്ലാത്ത ആട്ടത്തിന്റെ കാലത്തല്ലേ ഫാത്തിമ ജീവിച്ചത്? സ്വദേശത്തും വിദേശത്തുമുള്ള 10,000 പെൺകുട്ടികൾ ഒരുമണിയില്ലാതെ കൈവാലയത്തിന്റെ വിഗ്രഹത്തിലേക്കും നൂൽപ്രദർശനം നടത്തിയപ്പോ അതിന്റെ തൊട്ടുഭാഗത്തല്ലേ ഫാത്തിമ റളിയല്ലാഹു തആല സ്വർഗത്തിനു വേണ്ടി ഒരു പരപുരുഷനും ഒരു പെണ്ണിനെ കാണാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യമെന്ന് പറഞ്ഞത്. അല്ലാഹുവേ അല്ലാഹുവേ, ഞങ്ങളുടെ സ്ത്രീകളെ നീ എങ്ങനെ ആക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കിത്തരട്ടെ, അല്ലാഹു നമ്മളെ അങ്ങനെ ആക്കിത്തരട്ടെ. സമയം പോയതുകൊണ്ട് പെട്ടെന്ന് ചില കാര്യങ്ങളൊക്കെ നടക്കാനുള്ളത് കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് പോവുകയാണ്. രണ്ടാമത് ഭർത്താവിനോടുള്ള കടമ, വാപ്പയോടുള്ള നമ്മൾ തീർന്നിട്ടില്ല. എപ്പോഴാ പറയാ? അങ്ങനെ പറഞ്ഞാ പോകും മോനെ, ചങ്കും കറലുണ്ടാവില്ല. നിങ്ങൾ ഇരിക്കാനേ ഞാൻ പറയാം, ഇരിക്കൂലേ? എനിക്കിപ്പോ ഒരിടത്തും വേണ്ട, കോളേജിലേക്ക് പോയാൽ മതി, 4 കിലോമീറ്ററേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്നൊരു വലിയ അനുഗ്രഹമാണ്. അതിന്റെ ഭാരവാഹികളൊക്കെ ഇവിടെയുണ്ട്, പാപ്പുട്ടിക്കാർക്ക് ഇവിടെ ഇരിപ്പുണ്ട്. അൽഹംദുലില്ലാഹ്, ഉള്ളവരൊക്കെ അങ്ങോട്ട് വരി, നമുക്ക് ദുആ ചെയ്യാം. നാളെ മറ്റന്നാളൊക്കെ ഒരാഴ്ച ഞാൻ കോളേജിലുണ്ട് ഇൻഷാ അല്ലാഹ്. കുറച്ച് ദിവസമൊക്കെ ഇടയ്ക്കൊക്കെ മംഗലാപുരത്തൊരു പരിപാടിയുണ്ട്, കൊണ്ടോട്ടിയിലുണ്ട്. ഇതിനൊക്കെ പോയാലും എല്ലാ സമയം ഞാൻ ഉണ്ടാവും. നിങ്ങളുടെ തൊട്ടയൽവക്കക്കാരനായി ഞാൻ ഉണ്ടാവും. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കി തരട്ടെ. ഇത് പ്രധാനപ്പെട്ട ഭാഗം പറയും. ഇങ്ങോട്ട് നോക്ക്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹു സ്വീകരിക്കട്ടെ. അവസാനം പ്രിയപ്പെട്ട ഉപ്പവിട പറയാറായി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ മുത്തൻ നബി തങ്ങളുടെ ഒരു വഫാത്തിന്റെ ഒരു രംഗം ഞാൻ പറയാം, ശ്രദ്ധിച്ച് കേൾക്കണേ. വഫാത്തിന്റെ രംഗം ഇൻഷാ അല്ലാഹ് വഫാത്ത് വിശദമായി പറയാം. ഇപ്രാവശ്യത്തെ ഹുബ്ബ് റസൂൽ പ്രഭാഷണം ഡിസംബർ 28, 29 പെരിന്തൽമണ്ണയിലാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തണം. ലക്ഷക്കണക്കിന് സലാത്ത് ചൊല്ലുന്ന സദസ്. അന്ന് പ്രവാചക സ്നേഹം വടിഞ്ഞൊടുകും. 2 ദിവസം ഇൻഷാ അല്ലാഹ് എല്ലാവരും എത്തണം. ഡിസംബർ 28, 29. ഇനിയൊരു വലിയ കാര്യം പറയാനുണ്ട്. ഹബീബായ നബി തങ്ങളുടെ വഫാത്തായി. ഉപ്പ വിട പറയാൻ പോവാ. ഞാൻ പ്രധാനപ്പെട്ട ഭാഗം. അള്ളാഹു നമുക്ക് മരണം ലഘൂകരിച്ചു തരട്ടെ. അമീബറ മനുഷ്യന്മാരെ, അള്ളാഹു മരണം ലഘൂകരിച്ചു തരട്ടെ. അള്ളാഹുവിന്റെ അടിമകളായി ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് വിളിച്ചുപോയ 107 ഹജ്ജാജിമാരാ മരണപ്പെട്ടു നിന്നത് ക്രീഡപകടത്തിൽ. അല്ലാഹു അവർക്ക് പരിശുദ്ധമായ ഹജ്ജിന്റെയും ഉമ്മയുടെയും പ്രതിഫലം നൽകണമല്ല. അതിന് പാലക്കാടുകാരി മുഅ്മിന എന്ന് പറയുന്നൊരു ഉമ്മയുണ്ട്. ആ ഉമ്മ എത്ര ഭാഗ്യവതിയാ. 10-20 വർഷത്തോളം പാലക്കാടിന്റേതോ ഗ്രാമത്തിൽ താമസിച്ചിട്ട് അവസാനം ഖലീലുല്ലാഹ് ഇബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകി ദേവാലയത്തിന്റെ മത്താഫിന് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ആ ഉമ്മയുടെ മുകളിലേക്ക് ക്രീനിന്റെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ വരുന്നത്. അല്ലാഹ് വിളിച്ചിട്ട് ദേവാലയത്തിന്റെ മത്താഫിൽ കിടന്നിട്ട് വഫാത്താകുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ അവസാനമുണ്ടാകുമോ? ആ വാർത്ത പറഞ്ഞപ്പോഴേ ഞാൻ ആദ്യം ചിന്തിച്ചത് അവരെത്ര ഭാഗ്യവാന്മാരാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ. അല്ലാ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിർമ്മലയോടെ കൈവാളയത്തിന്റെ മത്താഫിന് അവസാനം സംസവും കുടിച്ച് തവാഫിന് പോയപ്പോ സംസം കുടിച്ചിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണ് തവാഫിന് പോകുന്നവരൊക്കെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് സംസം കുടിക്കും. ആ ഉമ്മാരുടെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഭക്ഷണമേടാ, അത് മാഉ സംസമാണ്. അവസാനത്തെ വാക്കേടാ, ലബ്ബിക് അല്ലാഹു ലബ്ബിക്
ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നല്ല മരണം നൽകണേ തമ്പുരാനെ. ആമീൻ പറ സഹോദരങ്ങളെ. അല്ലാഹുവേ, നല്ല മരണം നൽകണേ തമ്പുരാനെ. മരണം വലിയൊരു വിഷയമാണ്, മരണം വലിയൊരു വിഷയമാണ്. അല്ലാഹു നമ്മുടെ മരണം നന്നാക്കി തരട്ടെ, ജീവിതം നന്നാക്കി തരട്ടെ. മരിക്കുന്നതിന് മുമ്പ് നന്മ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ബക്കറ്റ് എടുത്തോളി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തും പൊന്നുമോളുടെ ഗദ്ഗതവും നബിയുടെ ഖബറിന്റെ ചാരത്തുനിന്ന് ഫാത്തിമ പാട്ടുപാടിയെന്നാണ് റളിയല്ലാഹു അൻഹു. ഞാൻ പാടിത്തരാം, എനിക്ക് പറ്റണ സൗണ്ടില്. ആ വികാര തീവ്രമായ രംഗം ഫാത്തിമ ബിബിയുടെ വഫാത്ത്, രണ്ട് കാര്യങ്ങൾ കൂടി, ഭർത്താവിനോടൊപ്പമുള്ള ജീവിതം, മക്കളോടുള്ള ജീവിതം, അത് പറഞ്ഞ നമ്മുടെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും. മോനെ ഒരു മിനിറ്റ്. ഇന്നെന്റെ ഒന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരത്തൊരു സഹോദരന്റെ റൂമിൽ വന്നു. 6666 ഉസ്താദേ, മോന് ക്യാൻസറാന്ന് പറഞ്ഞപ്പോ, നട്ടെല്ലിനാണ് ക്യാൻസർ ബാധിച്ച്. ഡോക്ടർമാര് പറഞ്ഞു ഭേദമാവില്ല, നട്ടെല്ലിൽ കൂടെ കയറി പെരടിയുടെ ഭാഗത്തെത്തും, പിന്നെ തലച്ചോറിൽ വ്യാപിക്കും, ഏറി വന്നാൽ ഒരു 6 മാസം. അന്ന് ഉസ്താദിന്റെ സദസ്സിൽ 6666 നീയത്താക്കിയതാണ്. അൽഹംദുലില്ലാ 6 മാസം കഴിഞ്ഞു. ആ ക്യാൻസർ വന്ന ഭാഗത്തിന് മേപ്പോട്ട് കയറിയിട്ടില്ല. ഇന്നലെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു 70% കുറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പൊന്നുമാന രോഗം ശിഫയാക്കി തരട്ടെ, ശിഫയാക്കി കൊടുക്കട്ടെ. നാമീം പറയും. അള്ളാഹു ആ പൊന്നുമോന് ആ രോഗം ശിഫയാക്കി കൊടുക്കട്ടെ. അൽഹംദുലില്ലാ ഇത്രയും നാൾ 18 വർഷം വഅ്ള് പറഞ്ഞിട്ട് ഏറ്റവും വലിയ നേട്ടം, എന്റെ സദസ്സിൽ 6666 35,000 ആളുകളുണ്ട്. ഇന്നും ഇവരോട് ചോദിച്ചറിയാം, കോളേജിൽ ആളുകൾ വരുന്ന ഉസ്താദെ, നടുവേദന വന്നപ്പോ, കാലുവേദന വന്നപ്പോ, മുതുകിന് വേദന വന്നപ്പോ, മോന് ഗൾഫിൽ പണിയില്ലാതെ വന്നപ്പോ, വിസക്ക് പ്രശ്നം വന്നപ്പോ നെയ്യത്താക്കിയതാ. ശരിയായി ഉസ്താദെ, അല്ലെ ശരിയാവാൻ വേണ്ടി ദുആ ചെയ്യണം. എത്രയോ ആളുകൾ വരും. അല്ല സദസ്സിന്റെ ദുആ അല്ലാഹ് കേട്ടിട്ടുണ്ട്. ഇനി നിങ്ങൾ 6666 ഒന്നും വേണ്ട, ഇവിടെ വലിയൊരു പിരിവിലേക്കൊന്നും സദസ്സ് പോകുന്നില്ല. പക്ഷെ ഈ ബക്കറ്റുമായിട്ട് വരുമ്പോ അവസാനം സമയം എന്തായി? 11:15 12 മണിക്ക് നമ്മൾ പിരിയും. പരമത്തിലേക്ക് ഇരിക്കുകയാണ് 1 മണിക്കൂറും കൂടെ അല്ലേ. 12 മണി കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. പറ്റില്ല. എല്ലാവരും ഞാൻ പറയുമ്പോൾ ഒരു 3 സ്വലാത്തിൽ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അവനവന്റെ മനസ്സിൽ ദുഃഖവും ദുരിതവും പ്രയാസം ഈ സദസ്സ് കൊണ്ട് മാറണമെന്ന് ഉറപ്പിച്ചിട്ട് ഓരോരുത്തരും എന്റെ പ്രയാസം ഇതൊന്നും മാറണമെന്ന് ഉറപ്പിച്ച ഒരാണും പെണ്ണും ഉറക്കെ സലാത്ത് ചൊല്ലേണ്ടത് പയ്യല്ല, ഉറക്കെയാണ്. ഉറക്ക 3 സ്വലാത്തിൽ സ്വല്ലല്ലാഹു اللهم صل على محمد يا رب صل عليه وسلم. ആമീൻ പറഞ്ഞോളി. അവരവരുടെ പ്രയാസങ്ങൾ മനസ്സിൽ വെച്ചോളി. എന്നിട്ട് ഈ ബക്കറ്റുമായി സംഘാടകർ വരുമ്പോൾ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഒരു വലിയ ആഗ്രഹമുണ്ട് ഉസ്താദ്. ഈ സദസ്സ് കൊണ്ട് ഒരു സഹോദരൻ ഇവിടെ എന്റെ സദസ്സിൽ 100 ആൾക്ക് പൊന്നാനിന്ന് വന്നവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ എറണാകുളത്തുനിന്ന് വന്നവരുണ്ട്. 100 സദസ്സ് കഴിഞ്ഞ ചെറുപ്പക്കാർ എന്നോട് പറഞ്ഞു ഉസ്താദ് ചിലപ്പോ കേട്ട വിഷയം തന്നെ ആയിരിക്കും, എന്നാലും വരണത് ആ ദുആ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. ദുആയ്ക്ക് വേണ്ടി വരുന്നവരാ. അൽഹംദുലില്ലാഹ് വിനീതന്റെ വാളും വരുമല്ലോ, സ്ഥാനത്ത് ആ ദുആയ്ക്ക് വരുന്നവരാണ്. ഇതേവരെ നടക്കാത്ത അൽഹംദുലില്ലാഹ് നടത്തി കൊടുത്തിട്ടുണ്ട്. ഇന്ന് 100 സദസ്സ് കഴിഞ്ഞു ഉസ്താദ് വന്നത് അവസാന നാമം പറയാൻ വേണ്ടി. ഖുർആൻ 200 ആകട്ടെ, ഖുർആൻ മക്കിട്ടം പറഞ്ഞ അല്ലാഹുവേ അല്ലാഹ്
കടബാധ്യതയുള്ളവരാണെങ്കിൽ മാറ്റണയല്ല. പടച്ചവനെ തമ്പുരാനെ ശാരീരികമോ മാനസികമായ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ മാറ്റണയല്ല. ആ സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ആ ജീവിതത്തിൽ ബറക്കത്ത് നൽകണയല്ല, കച്ചവടത്തിൽ അഭിവൃദ്ധി നൽകണയല്ല, പ്രയാസങ്ങൾ മാറ്റണയല്ല, തീരെ മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് നീ കാക്കണയല്ല. പടച്ചവനെ അല്ലാഹു അവരുടെ ജീവിതത്തിൽ കീറാമുട്ടിലേറിയ മാറാരോഗങ്ങളെ വരുത്തല്ല അല്ലാ. ഏതൊക്കെ സഹോദരങ്ങളെ സഹോദരിമാര് ഈ സദഖയിൽ പങ്കെടുക്കുന്നു, അവരുടെ ഹൃദയത്തിനോടും മുറാടാനോ അത് നീ ഹലാലായത് ഹാസിലാക്കണയല്ല. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഭരിക്കുന്നതിന് മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാൻ നീ തൗഫീഖ് നൽകണേ. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമതാണ് ആമീൻ പറയുക. അല്ലാഹുവേ അല്ലാഹുവേ, മുത്ത് റസൂലിനെ നിങ്ങൾ കണ്ടിട്ടില്ല, മുത്ത് ഹബീബിനെ നിങ്ങൾ ദർശിച്ചിട്ടില്ല, ഈ കണ്ണുകൊണ്ട് ഇതേവരെ കണ്ടിട്ടില്ല. അല്ലാഹു 14 നൂറ്റാണ്ട് പിൻപന്തിനി പാപി ഞാൻ പാരിൽ പിറന്നു വീണു, മുത്ത് റസൂലിന്റെ പങ്കജം പതിയാത്ത മണ്ണിൽ പിറന്നു വീണു. 14 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ശപിക്കപ്പെട്ട ഈ മണ്ഡലിയുടെ മുമ്പിൽ എന്തിനാണ് ഇങ്ങനെ ഒരു ജന്മം എനിക്ക് നൽകിയതല്ലാഹു? 14 സംവത്സരങ്ങൾക്ക് മുമ്പ് മക്കയിലെ ഈത്തപ്പനമായി ഞാൻ ജനിച്ചിരുന്നുവെങ്കിൽ ഒട്ടേറെ ദൂരം വഹിക്കാനൊക്കും ഒട്ടകമായി പിറന്നുവെങ്കിൽ കുറെ ദൂരം പാടവച്ചുമങ്ങ് നടക്കാൻ കഴിഞ്ഞ 14 നൂറ്റാണ്ട് മുമ്പ് അറേബ്യരട്ടകമായി എന്ന് സൃഷ്ടിച്ചിരുന്നുവെങ്കിൽ എന്റെ താറ സൂര്യന്റെ തളിർമേനിയും എന്റെ പുറത്തു വെച്ചിട്ട് ഞാൻ മരുഭൂമിയിലൂടെ നടക്കുമായിരുന്നല്ലോ. അല്ലാഹുവേ, ഈ മലയാളത്തിന്റെ മഹാകവി വാഴ്ത്തപ്പെടട്ടെ. അല്ലാഹുവേ, മുത്ത് റസൂലിനെ കാണാൻ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ തമ്പുരാനെ, തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ കവി പറഞ്ഞത് ഭയങ്കര വാക്കാൻ. ഇവിടെ ഉണ്ടായിരുന്നല്ലോ ഒരു കവി KG രാഘവൻ നായർ, അല്ലേ? ഒറ്റപ്പാലല്ലേ KG രാഘവൻ നായര്? ഖുർആനിന് മലയാളത്തിൽ കവിത എഴുതിയ മഹാമനുഷ്യൻ, അല്ലേ? ഒരു വർഷം മുമ്പ് മരിച്ചുപോയി. KG രാഘവൻ നായർ അറിയാം മുരുക്കുംപറ്റക്കാർക്ക്? മുസ്ലിമീങ്ങളെ നിങ്ങൾ അറിയണം, ആ ഹൈന്ദവ സഹോദരൻ, അതാണ് മുരുക്കുംപറ്റയുടെ മണ്ണ്. ആ ഹൈന്ദവ സഹോദരനാണ് ഖുർആനിന് മലയാളത്തിൽ കവിത എഴുതിയത്. ഒരു മുസ്ലിമിനത് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും പ്രസംഗത്തിൽ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, കാണുമെന്ന് ആഗ്രഹം. ഇവിടെ വന്ന് പറഞ്ഞ ഒരു വർഷം മുമ്പ് മരിച്ചു. ഞാൻ പഠിക്കുന്ന സമയത്ത് അമൃതവാണി, അദ്ദേഹത്തിന്റെ പുസ്തകമുണ്ട് അമൃതവാണി, ഞാൻ ഓതുന്ന സമയത്ത് ഞാൻ കാണാതെ പഠിച്ചിട്ടുണ്ട്. എത്ര സുന്ദരമായിട്ട് മുരുക്കുംപറ്റക്കാരെ നിങ്ങൾ എന്ത് മുരുക്ക. KG രാഘവൻ നായർ എന്ന് പറയുന്ന മനുഷ്യൻ ഈ മണ്ണിലായിരുന്നു എന്നപ്പോ ഞാൻ അത്ഭുതപ്പെടുകയാണ്. അദ്ദേഹം ഖുർആനിന്റെ 6666 ആയത്തുകൾ കവിതയാക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യ സിന്ധുവാം അല്ലാഹുവിൻ പേര് നാമത്തിലോതുന്നു ദിവ്യമാം സൂക്തികൾ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുരുക്കുംപറ്റക്കാരൻ KG രാഘവൻ നായർ മലയാളത്തിലാക്കിയപ്പോ ഇങ്ങനെയായി. എന്ത് രസമാണിത് കേൾക്കാൻ. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ. സൂറത്തുൽ ബഖറ അദ്ദേഹം കവിതയാക്കി. എങ്ങനെയാണെന്നറിയോ? ആരെങ്കിലും അറിയാവോ? നിങ്ങൾ പാട്. അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ വസ്സമാഅ ബിനാഅ വഅൻസല മിനസ് സമാഇ മാഅ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. നിങ്ങളുടെ ഈ നാട്ടിലുള്ള ആളുകളുടെ കവിതയാണല്ലോ. അതിന്റെ മലയാളം അറിയാവുന്ന 2 വരി ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി എഴുന്നേറ്റ് പാടട്ടെ. അലൈസ മിൻകും റജുലുൻ റഷീദ്. ആരെങ്കിലും ഉണ്ടെന്ന് പാടട്ടെ. അത് പാട്. പാടുമെന്ന് ധൈര്യമായിട്ട് പഠിക്കോ? നീ മലയാളം പറഞ്ഞാൽ മതി. അവനെ നാണം കൊണ്ടാണ്. നല്ല ഉറക്കപ്പാടിയോ നല്ല ബുദ്ധിയുള്ള ചെറുക്കൻ അവന് നല്ല ആലോചന കിട്ടും. ആകാശഭൂമികൾ സൃഷ്ടിച്ചു രക്ഷകൻ, രാവും പ്രകാശവും ചൂടുന്ന അനന്തമായി, സാഗരേ പോതങ്ങൾ നീങ്ങുന്നു ഭദ്രമായി, വാനിൽ നിന്ന് അമ്പസ്സു വീഴുന്നു കൃത്യമായി,
കാർമേഘവാദവും ശീക്രജാലങ്ങളും ഈശന്റെ ആജ്ഞയ്ക്കതീശരാണെപ്പോഴും. ഇതൊരു മുരുക്കും പറ്റക്കാരന്റെ കവിതയാണ്, മലയാളം കണ്ട് അത്ഭുതപ്പെട്ട കവിത. പക്ഷെ ഇതെഴുതാൻ, ഖുർആന്റെ മലയാള കവിത എഴുതാൻ ഒരു മുസ്ലിമിന് കഴിഞ്ഞില്ല. അവന് കഴിഞ്ഞത്, അവൻ ആ കവിത എഴുതാൻ പറ്റില്ല. മുസ്ലിമിന് കഴിഞ്ഞ കവിത, നീ ചിരിച്ചാലെന്തഴകാ മാരിവിൽ ഇന്നേഴഴകാ. അവന് പെണ്ണിന്റെ ചന്തം കുറവാന്ന് പറയാനും അല്ലാത്ത കുറയാൻ എഴുതാനേ പറ്റുള്ളൂ. ഇതെഴുതാൻ പറ്റിയില്ല. ഞാൻ ആ കവിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തെ ഞാൻ ആദരിക്കുന്നു. ഒരു വലിയ വാക്കുകൾക്കല്ലാതെ അത് കഴിയും. ഒരു വചന വിസ്ഫോടനത്തിനല്ലാതെ അത് കഴിയില്ല. അത് ഈ നാട്ടുകാരനാണ്. അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്തും കൂടി കൊടുത്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹു നന്നാകട്ടെ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഒരുപാട് അല്ലാഹുവിന്റെ വീട്ടിൽ കിടക്കുന്നു. ആയിഷാബിയുടെ വീട്ടിൽ കിടന്നിട്ടാണ് ഫാത്തിമ റളിയല്ലാഹു തആലയുടെ പ്രിയപ്പെട്ട ഉപ്പ വഫാത്താകുന്നത്. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗഗ്രസ്തനായി കിടക്കവേ ഹബീബായ നബിയുടെ റൂഹ് പിടിക്കാൻ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം യാ റസൂലല്ലാഹ്, അങ്ങയുടെ റൂഹ് പിടിക്കാൻ വന്നതാണ് നബി. അല്ലാഹുവിന്റെ റസൂലിന്റെ സമ്മതത്തോടെ റിസാലത്തിന്റെ ശരീരത്തിന്റെ ആ ഗർഭത്തിൽ നിന്ന് റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ റസൂലിന്റെ നെഞ്ചിന്റെ ഭാഗത്തോട്ട് റൂഹ് പിടിക്കുമ്പോ വേദന സഹിക്കാൻ കഴിയാതെ ഹബീബായ മുത്തുനിനെ വിളിച്ചു, അലാ ഇന്നലെ ബൈത്തിലെ ശകറാ പ്രിയപ്പെട്ട പിതാവിന്റെ രാഷ്ട്രീയായിന്റെ തുടക്കം മുതലെടുക്കം വരെ കടന്നുപോയ പെണ്ണുപോല് ചാരത്തിരിക്കുമ്പോ മരണത്തിന്റെ വേദന സഹിക്കാതെയാണ് ഹബീബായ നബി നിങ്ങൾ വിളിച്ചു, ഫാത്തിമ സഹിക്കാൻ കഴിയുന്നില്ല മോളെ, സഹിക്കാൻ കഴിയുന്നില്ല മോളെ. തന്റെ പ്രിയപ്പെട്ട ഉപ്പായുടെ മരണപ്രാളം കാണുമ്പോ ആ സമയത്ത് ചാരത്ത് നിന്ന് പൊട്ടിക്കറഞ്ഞ ഫാത്തിമ ഓർക്കണേ, തന്റെ ഉപ്പ വിടവരാൻ പോവുകയാണ്. സക്കറാത്തിന്റെ വേദനയിലല്ലാതെ റസൂല് വിളിക്കുമ്പോ ഫാത്തിമ ബീവി അറിയാതെ വിളിച്ചത് എന്റെ ഉപ്പ പോവുകയാണ്. ഉപ്പ യാമനെ ജന്നത്തെ അങ്ങ് ജന്നാത്തെ ഫിർദൗസിലേക്ക് പോവുകയാണ് ഉപ്പ. ഹബീബായ നബി തങ്ങളുടെ ചാരത്തിൽ നിന്ന് നിലവിളിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട മകളുടെ കണ്ണുനീര് കണ്ടപ്പോ ഹബീബായ നബി തങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൊട്ടടുത്ത് വിളിച്ചെടുത്ത മോളെ, കരയേണ്ട മോളെ, നിന്നോട് ഞാനൊരു സന്തോഷവർത്തമാനം പറയട്ടെ മോളെ. എന്നാണ് ഇപ്പോ അന്തി എന്റെ കുടുംബത്തിൽ നിന്ന് നാലാദ്യ സ്വർഗത്തിൽ എന്റെ ചാരത്തേക്ക് വരുന്നത് നീയാണ് മോളെ. എന്റെ കുടുംബത്തിൽ നിന്ന് നാലാദ്യം വരുന്നത് നീയാണ് മോളെ. കരഞ്ഞ മോള് ചിരിക്കാൻ തുടങ്ങി. മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഉപ്പാറ ചാരത്തേക്ക് ആദ്യം പോകുന്നത് ഞാനോ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വിട പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തിരുശരീരത്താറ്റ് ആയിഷാ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ കിടക്കാം. 1000 സംഭവ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിറക്കിയിട്ട് മദീന മുഴുവനും തേടി പറയുമ്പോ മദീനയിലെ ഈ പത്തര മരങ്ങളെ പോലെ കണ്ണുനീര് പിടിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖബറിറക്കിയിട്ട് സഹാബത്ത് തിരിച്ചു വരുമ്പോ തന്റെ ഓലക്കുടിലിൽ നിന്നിട്ട് പൊട്ടിക്കരയാണ് പെണ്ണുമോള്. ഉപ്പയില്ലാത്ത രാത്രിയോ, ഉപ്പയില്ലാത്ത ജീവിതമോ, ഉപ്പ
ഉപ്പയില്ലാത്ത ജീവിതമോ, തന്റെ പ്രിയപ്പെട്ട ഉപ്പ നഷ്ടപ്പെട്ട വിയോഗത്താൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാത്തിമ ബീവി ഇരിക്കുമ്പോ അനസ് റളിയല്ലാഹു തആല വരികയാണ്. കബറടക്കിയിട്ട് തന്റെ മുന്നിലേക്ക് വന്ന അനസിനോട് ഫാത്തിമ റളിയല്ലാഹു തആല ചോദിച്ചു, അനസേ അനസേ, എന്റെ ഉപ്പാനെ കബറടക്കി അനസേ. അനസ് റളിയല്ലാഹു തആല പൊട്ടിക്കരഞ്ഞുപോയി. ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഇനി രാവിലെ ആ ജനാല തുറക്കുകയുള്ളൂ. ജനാലപ്പെടുന്നതിന്റെ മുത്തറസൂറിന്റെ മാപ്പേടയുടെ കണ്ണുകൾ യുദ്ധത്തിൽ പോയാൽ അവസാനം കാണുന്നത് ഫാത്തിമയെ, യുദ്ധം കഴിഞ്ഞു വന്നാൽ ആദ്യം കാണുന്നത് ഫാത്തിമയെ. ഫാത്തിമ ബീവി എങ്ങാനും മുത്തുനബിയുടെ സദസ്സിലേക്ക് വന്നാൽ അല്ലാഹുവിന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നിട്ട് ആ പ്രിയപ്പെട്ട ഫാത്തിമാനെ തന്റെ തൊട്ടടുത്തിരുത്തും. എന്നിട്ട് ഫാത്തിമ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് മുത്തം കൊടുക്കും. ഉപ്പാ ഉപ്പാ, ഇനി എന്റെ മജ്‌ലിസിലേക്ക് കയറി ചെല്ലുമ്പോ കൈ പിടിച്ച് ചാരത്തിരുത്തിയിട്ട് എന്റെ നെറ്റിയിൽ മുത്തം തരാൻ എന്റെ ഉപ്പയില്ലല്ലോ. അനസേ, എന്റെ ഉപ്പാനൊക്കെ അനസേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുമ്പോ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ അതേ ഫാത്തിമ, ഹബീബായ നബിയുടെ കബറടക്കം കഴിഞ്ഞു. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ച ഒരു ചോദ്യം ഈ പ്രവിശാലമായ സദസ്സിനോടൊന്ന് ഞാനൊന്ന് ചോദിക്കട്ടെ. പൊട്ടിക്കരഞ്ഞ് ഗദ്ഗത കണ്ടയായി കവയിട്ടടത്തിലൂടെ തടം തല്ലിയാത്തത് കണ്ട കണ്ണുനീരോട് ഫാത്തിമ ബീവി ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് എന്നുള്ളത് വരാൻ അനസേ അത്താപത്തും അന്തവത്തുറാബ അലാ റസൂലില്ലാഹ്, അത്താപത്തും അന്തവത്തുറാബ അലാ റസൂലില്ലാഹ്. എന്റെ ഉപ്പാന്റെ മയ്യത്ത് ഇങ്ങനെ ചൊരിഞ്ഞു കിടക്കുമ്പോ അല്ലാന്റെ റസൂലിന്റെ മുഖത്തേക്ക് മണ്ണ് വാരിടാൻ നിങ്ങളുടെ കൈകൾക്ക് എങ്ങനെ കഴിഞ്ഞു അനസ്? ചന്ദ്രൻ പോലും നാണിച്ചു നിന്നുപോയ ആ സുന്ദര പൂമുഖത്തേക്ക് മണ്ണ് വാരിയിട്ട് അനസ്. എന്റെ ഉപ്പാടെ മുഖം കണ്ടാലും മയ്യത്താണെങ്കിൽ പോലും മണ്ണിടാൻ തോന്നില്ലല്ലോ അനസേ. അനസേ, നിങ്ങൾക്കെങ്ങനെയാണ് എന്റെ ഉപ്പാടെ മുഖം മണ്ണാടിയർക്കരുത് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരഞ്ഞ് പോയി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഉപ്പ നഷ്ടപ്പെട്ടു പോയ പൊന്നുമോൾ ഉമ്മയുടെ വഫാത്തിന് ശേഷം തന്നെ സ്നേഹിച്ച് ലാളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് നെറ്റിയിൽ മുത്തം തന്ന ഉപ്പ, ആ ഉപ്പ എന്റെ കബറിന്റെ അടിയിലാണ്. കിടന്നിട്ട് ഉറക്കം വന്നില്ല ഫാത്തിമ ബീവിക്ക്. പാതിരാസമരുന്നിന് അല്ലാഹുവിന്റെ കബറിന്റെ കേരളത്തിലെ അല്ലാഹു നമ്മുടെ ഉപ്പമാർ കാഫിയത്തും ആരോഗ്യവും നൽകട്ടെ. കഷ്ടപ്പെട്ട ഉപ്പയെ കബറടക്കിയ രാത്രി ഒന്ന് ചിന്തിച്ചു നോക്ക്. പ്രിയപ്പെട്ട ഉപ്പാടെ കബറിന്റെ ചാരത്ത് വന്ന് നിന്ന് കണ്ണുനീര് തടം തല്ലിയോ തടുകി ഫാത്തിമ ബീവി പറഞ്ഞു അത്രേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ അബീ, എന്റെ ഉപ്പ അങ്ങേക്ക് സലാം. ആ കബറിന്റെ ചാരത്തെ മണ്ണിന്റെ മുമ്പിൽ കണ്ണുനീര് കൊണ്ട് തടം തല്ലിയാട്ടടുകിയ കവിത രചിച്ചു പോയി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. ത്തിന്റെ അരത്ത് നിന്ന് ഉപ്പാടെ കബറിന്റെ ചാരത്ത് നിന്ന് പാടിയത്രേ, മഅലയ്യ മിൻ ശമ്മി തുർബതഹ്മ അല്ലാ യസുമ്മു മുബസ്സമാനി ഗവാലിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കബറിന്റെ ചാരത്ത് നിന്ന് മണ്ണിന് പോലും കണ്ണുനീരുണങ്ങിയില്ലല്ലോ. എന്തൊരു വിരഹകാവ്യമാണിത്, എന്തൊരു വിലാപകാവ്യമാണിത്. എന്റെ ഉപ്പാടെ കബറിന്റെ കണീറില്ലല്ലോ. സുജിബ്തു അലയ്യ മസായിബുല്ലു അന്നഹാ സുബ്തു അലല്ലയ്യാമി സിർനലയാലിയാ. എന്റെ ഉപ്പ വിട പറഞ്ഞ ഈ മുസീബത്തെന്നാണ് കടത്തായി ആ പകല് പോലും രാത്രിയായി പോകുമായിരുന്നുവെന്ന് എനിക്ക് സഹിക്കാൻ കഴിയില്ല പറഞ്ഞു തിരിഞ്ഞത് ബഹുമപ്പെട്ട ബീവി ഫാത്തിമ. ബീവി ഫാത്തിമ ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. ഉപ്പ പോയ വിരഹ ദുഃഖത്താൽ മഹാന്മാരെ പറയുന്നെന്ന് മരിക്കുന്ന നേരത്ത് ഉപ്പ പറഞ്ഞ അന്ത്യ ഔവലുഹി തന്റെ ഔവലുഹി മിൻ അഹ്ലിൽ ജന്ന മിൻ അഹ്ലി ബൈതി
എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് ചേരുന്നവൾ നീയാണ് മോളെ എന്ന വാക്കാണ് ഉപ്പ മരിച്ചതിന് ശേഷം 6 മാസം കൂടി ജീവിക്കാൻ ഫാത്തിമയ്ക്ക് പ്രേരണ നൽകിയത്. ചരിത്രകാരന്മാര് പറയുന്നുണ്ട്, ഫാത്തിമ ബീവി 6 മാസവും കൂടി, വാപ്പ വഫാത്തായി 6 മാസവും കൂടി ജീവിച്ചു. അതിന് പ്രേരണയായിരുന്നു മരിക്കാം. വിട പറയാൻ നേരത്ത് ഉപ്പ ചെവിയിൽ പറഞ്ഞു, മോളെ നീയാണ് ആദ്യം എന്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ചേരുക. അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ, അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ, അള്ളാഹു നമ്മളെ ചേർത്ത് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇനി ആരും പോവാൻ പാടില്ല, പോണവരൊക്കെ ഇപ്പൊ പോക്കോണം. ഇനി അവസാനത്തെ ദുആയി സലാത്താണ്, അതാണ് നമ്മുടെ പ്രതീക്ഷ. അള്ളാഹു തരട്ടെ. ഒരു സ്ത്രീക്ക് രണ്ടാമത്തെ കടമ ഭർത്താവിനോടാണ്. ഫാത്തിമയുടെ ഉപ്പയോടും ഉമ്മയോടുള്ള കടമ അവസാനിപ്പിച്ചു, പൂർത്തിയാക്കി. അടുത്ത് ഞാൻ പെട്ടെന്ന് പറഞ്ഞേക്കാം, അടുത്തത് ഭർത്താവിനോടും മക്കളോടുമാണ്. ബഹുമാനപ്പെട്ട അലി റളിയല്ലാഹു അൻഹു ഫാത്തിമയുടെ പുതിയാപ്പിളയായി. ഒരിക്കൽ അവർ രണ്ടുപേരും ജീവിച്ചു, കടമ പൂർത്തീകരിച്ച്. ഒരിക്കൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന് പനിയായി. പനി കൂടി. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പേരക്കുട്ടിയെ കാണാനെത്തി. വല്ലാതെ രോഗം മൂർച്ഛിച്ചപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ, അലിയെ ലൗ നദർത, നീ ഒരു നേർച്ച ചെയ്താൽ ഇൻഷാ അല്ലാഹ് ഈ പനി അങ്ങോട്ട് മാറും. എന്തേതാ ഇമാം ഖുർത്തുബി ഉദ്ധരിക്കുന്നുണ്ട്. നീ ഒരു നേർച്ച, ഇത് മുയിലാക്കന്മാരെ വയറ്റിപ്പടപ്പിന് പറഞ്ഞല്ല നേർച്ച. ലൗ നദർത, തന്റെ പേരക്കുട്ടിക്ക് അസുഖം വന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലിയെ വാപ്പ നീ ഒരു നേർച്ച ഇട്ടാൽ ഈ രോഗം മനുഷ്യന്മാരുണ്ട് ഇപ്പൊ നേരിട്ട് അസുഖം. അങ്ങനെ അലി റളിയല്ലാഹു തആല അൻഹുവും ഫാത്തിമ ബീവിയുടെ 3 ദിവസം സുന്നത്ത് നോമ്പ് പിടിക്കാൻ നേർച്ചയിട്ടു. രോഗം മാറി. ഇൻഷാ അല്ലാഹ് നിങ്ങളൊരു നേർച്ച ഇടുവോ ഞാൻ പറഞ്ഞാല്? ഇല്ല. ഇനി ഒരു 6 മാസം കൂടിയുണ്ട്. ഇതിപ്പോ എത്ര? ഒക്ടോബർ. ഇതിപ്പോ ഏതാ മാസം പടച്ചോന്ന്? ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, 6 മാസമുണ്ട്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഖുർആനിൽ 6666 ആയത്തുകളുണ്ട്. ഇമാം റാസി റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. ആ ആയത്തിന്റെ എണ്ണത്തിൽ ഒരു മഹാന്റെ ഇജാസത്തോടുകൂടി സദക്ക ചെയ്യാൻ പറയും. ക്യാൻസർ വന്നവർ, ഏത് വലിപ്പെട്ട് ബാക്കി എന്തിനും 30 വർഷമായിട്ട് മക്കളില്ലാത്തവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ അത്ഭുതങ്ങൾ പറയാൻ ഇവിടെ ധാരാളം ആളുകളുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. 6666 രൂപ ഇപ്പൊ നിങ്ങൾ നേർച്ചയാക്കണം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് ഏപ്രിൽ 2, 3 ശനി, ഞായർ എന്റെ വാർഷിക പ്രഭാഷണം നടക്കുകയാണ്. അത് വർഷത്തിൽ 2 വർഷത്തിൽ ഒരിക്കലാണ്. ഒന്ന് ആലുവയിൽ കഴിഞ്ഞു. 1.5-2 ലക്ഷത്തോളം ആളുകൾ പങ്കെടുത്തു. ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് ആ വാർഷിക പ്രഭാഷണം ഇവിടെ വെച്ചാണ്. എന്താ സ്ഥലത്തിന്റെ പേര് വാപ്പുട്ടിക്ക? നമ്മളാ കണ്ട രണ്ടാമത് കണ്ട പത്തംകുളത്ത് കാണുന്ന വിശാലമായ പാടത്താണ്. ഇൻഷാ അല്ലാഹ് അന്ന് 1 ലക്ഷം യാസീനോട് ദുആ ചെയ്യും. എല്ലാ സഹോദരങ്ങളും ഇവിടെ കേരളത്തിന്റെ 14 ജില്ലകളിൽ നിന്നുള്ള ജനപ്രവാഹം ഒഴുകും. വാർഷിക പ്രഭാഷണം ഇപ്രാവശ്യം ഈ കോളേജ് അടുത്ത് വന്നുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഗുണമാണ്? കോട്ടക്കലുകാർ ചോദിച്ചു, കോഴിക്കോട് കടപ്പുറംകാർ ചോദിച്ചു, എറണാകുളംകാർ വീണ്ടും ചോദിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ വെക്കാൻ. നമ്മളൊന്നും വേണ്ട, ഇൻഷാ അല്ലാഹ് കോളേജിന്റെ അടുത്ത് വെക്കും. ഇപ്രാവശ്യം ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കൂടും. ഒരു ഭാഗത്ത് പാർക്കിംഗ്, മറുഭാഗത്ത് ഇൻഷാ അല്ലാഹ് സ്റ്റേജ്. എല്ലാവരും ഇന്നു മുതലേ ഓരോ യാസീൻ ആ സദസ്സിലേക്ക് ഓതണം. എന്നിട്ട് ആ സദസ്സിൽ ഹാഫിളീങ്ങളായ മക്കൾക്ക് വേണ്ടി 6666 നേർച്ചയാക്കും. ഇപ്പോഴേ ആ പൈസ എടുത്ത് ശേഖരിച്ച് വെക്കണം. അന്ന് വരുമ്പോ അവിടെ എത്തിക്കണം. ഇൻഷാ അല്ലാഹ് മുമ്പ് കോളേജിൽ എത്തിക്കാമെങ്കിൽ എത്തിക്കണം. 1 ലക്ഷം യാസീനോട് സയ്യിദന്മാരും മഹാന്മാരും പങ്കെടുക്കുന്ന ഒരു വലിയ, കേരളത്തിലെ ഏറ്റവും വലിയ ദുആയുടെ ഒരു സദസ്സ് നടക്കും. ഏറ്റവും വലിയ ദുആക്കളിൽ ഒന്ന്. അല്ലാതെ എന്റേതാ വലുതെന്നുള്ള അവകാശമൊന്നും നമുക്കില്ല. ഇൻഷാ അല്ലാഹ് ഈ ഡേറ്റ് മറക്കരുത്. ഏപ്രിൽ 3, 4. അതോടൊപ്പം തന്നെ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും അതിന്റെ സംഘാടകരാണ്. നിങ്ങൾ സംഘാടകരാണ്, വെളിയിൽ നിന്ന് വരുന്ന ആളുകളാണ്. നിങ്ങൾ സംഘാടകരായിട്ടുണ്ടാവണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ.
റബ്ബ് സുബ്ഹാനഹു വ തആല നന്മ നൽകട്ടെ. ബഹുമാനപ്പെട്ട അതുകൊണ്ട് നേർച്ചയാക്കണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ അലിയെ നേർച്ചയാക്കിക്കോ. അവര് 3 ദിവസത്തെ നോമ്പ് നേർച്ചയാക്കി. ഫാത്തിമ റളിയല്ലാഹു തർദിയത്ത് പറ കാരണം ഫാത്തിമ റളിയല്ലാഹു അൻഹ ലോകത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമാ. കാരണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബ പരമ്പര വന്നത് ഫാത്തിമയിലൂടെയാ. ബഹുമാനപ്പെട്ട ഇമ്പിച്ചുമാത്ത സഭയുടെ പരമ്പരകൾ അടക്കമുള്ള മുത്തുനബിയുടെ പരമ്പര നമുക്ക് തന്നതാരാ? ഫാത്തിമ ബീവിയുടെ ഗർഭപാത്രമാ. ഈ തങ്ങളടക്കം അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാവരും പറയാറുണ്ട് ആൺകുട്ടികളിലൂടെ പരമ്പരയുണ്ടാവൂ, സ്ത്രീകളിലൂടെ പരമ്പരയുണ്ടാവില്ല എന്ന് അഹ്ലു ബൈത്തിനെ നിഷേധിക്കുന്ന പുരോഗമനവാദികളുണ്ട്. ഞാൻ മറുപടി പറയാം, കേട്ടോണം നന്നായിട്ട്. പെണ്ണിലൂടെ പരമ്പര വരൂല, ആൺമക്കളുടെ പരമ്പരയെ. അതുകൊണ്ട് തങ്ങന്മാരില്ല എന്ന് പറഞ്ഞവരോട് ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട നുഅ്മാൻ റളിയല്ലാഹു തആല അൻഹു ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തുന്നുണ്ട് ഈ സംഭവം. അവിടെ എത്തിയപ്പോൾ മഹാനവറുകളോട് ഹജ്ജാജ് ചോദിച്ചുവത്രേ, നീ പറയുന്നതെന്താ? അഹ്ലു ബൈത്ത് മുഴുവന് ഫാത്തിമ ബീവിയുടെ കുടുംബ പരമ്പരയാണെന്നാണോ നീ വാദിക്കുന്നത്? മഹാനവറുകൾ പറഞ്ഞ അതേ ഹജ്ജാജ്, സയ്യിദന്മാരുടെ കുടുംബം മുഴുവനും ഫാത്തിമ ബീവിയുടെ കുടുംബ പരമ്പരയാ. ഇത് റിവായത്ത് ചെയ്യുന്ന ആള് പറയുന്നുണ്ട് ഹജ്ജാജെ എന്ന് വിളിച്ചിട്ട് മഹാനവരുകൾ പറഞ്ഞപ്പോ എന്റെ രോമം ത്രസിച്ചു പോയി. അങ്ങനത്തെ വിളിയാണ്. ഹജ്ജാജ് ചോദിച്ചു, വേണമാണ് പെണ്ണിലൂടെ കുടുംബ പരമ്പര വരില്ലല്ലോ, ആണിലൂടെയല്ലേ കുടുംബ പരമ്പര വരൂ? മഹാനവരുകൾ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു പെണ്ണിലൂടെ കുടുംബ പരമ്പര വരും. ഹജ്ജാജിന്റെ ചോദ്യമാണ്, പെണ്ണിലൂടെ കുടുംബ പരമ്പര വരുമെന്ന് ഖുർആനിൽ എന്തെങ്കിലും തെളിവുണ്ടോ? ഖുർആനിൽ തെളിവുണ്ടോ? കേട്ടോണേ നന്നായിട്ട്. ഈ കാസറ്റ് ഇൻഷാ അല്ലാഹ് ഞാൻ ഇറക്കുന്നുണ്ട്. പെണ്ണിലൂടെ വരുമെന്ന് തെളിവുണ്ടോ? ആ സമയത്താണ് മഹാനവരുകൾ പറഞ്ഞ അത് സ്ത്രീയിലൂടെ കുടരവരുടെ കൊണ്ടുക. എന്നിട്ടത് സൂറത്തുൽ അൻആമിന്റെ 79ാമത്തെ ആയത്തോടുകയാ. മഹാനവരുകൾ സദസ്സ് മുഴുവനെ മറുപടിപ്പെട്ട് നോക്കുക. അദ്ദേഹം പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് നബിയുടെ യാക്കൂബ് നബിയുടെ കഥ പറയുമ്പോ വനൂഹൻ ഹദൈനാ വമിൻ ദുർരിയ്യതിഹി എന്ന് തുടങ്ങുന്ന ആയത്തോടുമ്പോ ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കുടുംബ പരമ്പര വമിൻ ദുർരിയ്യതിഹി എന്ന് പറഞ്ഞുകൊണ്ട് വഅയ്യൂബ വയൂസുഫ് വമൂസാ വഹാറൂൻ വഅയ്യൂബ വയൂസുഫ് വമൂസാ വഹാറൂൻ. അയ്യൂബ് നബി, മൂസാ നബിയുമൊക്കെ നൂഹ് നബിയുടെ കുടുംബ പരമ്പരയായി പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ് മഹാനവറുകൾ ആയത്തോട് വസക്കരിയ്യാ വയഹ്യാ വഈസാ എന്നതുവരെ ഓടി നിർത്തിയിട്ട് മഹാനവറുകൾ ചോദിച്ചു, ഹജ്ജാജ് ഈസാ നബിയുടെ വാപ്പയാരാ? ഇല്യാസ് നബിയില്ല. ഈസാ നബിയുടെ വാപ്പയാരാ? ഹജ്ജാജിന് ഉത്തരം മുട്ടിപ്പോയി. കാരണം മറിയം ബീവിയുടെ മകനാണ് ഈസാ നബി. ഈസാ നബിക്ക് വാപ്പയില്ലല്ലോ. ഈസാ നബിയുടെ കുടുംബ പരമ്പര അറിയപ്പെട്ടത് മറിയം ബീവിയിലൂടെയാ. മഹാനവറുകൾ പറഞ്ഞ ഹജ്ജാജ് മറിയമിന്റെ പുത്രനായ ഈസാ നബിയെ നൂഹ് നബിയുടെ പുത്ര പരമ്പര പറയുമ്പോ ആ സമയത്തും മറിയമിന്റെ പുത്രനായ ഈസാ നബിയെ പറഞ്ഞുവെങ്കിൽ ഒരു പെണ്ണിന്റെ പരമ്പരയല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഫാത്തിമയുടെ പരമ്പരയിലൂടെ അഹ്ലു ബൈത്ത് വരുമെന്ന്, ഒരു പെണ്ണിന്റെ പരമ്പരയിലൂടെ അഹ്ലു ബൈത്ത് വരുമെന്ന് ഈസാ നബിയുടെ കഥ പറഞ്ഞിട്ട് മറിയമിന്റെ പുത്രനാണ് ഈസാ, ഉമ്മാടെ പരമ്പരയിലാണ് വന്നത്. അതുകൊണ്ട് അഹ്ലു ബൈത്തിനെ നിഷേധിക്കണ്ട. ഇത് പരിശുദ്ധ ഖുർആന്റെ തെളിവാണ്. പാണക്കാട് കൊടപ്പനക്കത്രമാറ്റടക്കമുള്ള ജമലുല്ലൈലി കുടുംബമടക്കമുള്ള ബുഖാരി കുടുംബമടക്കമുള്ള ഏറ്റവും വലിയ സയ്യിദന്മാരുടെ കുടുംബം മുഴുവനും അതല്ലാന്റെ ഖുർആന്റെ നെസ്സുകൊണ്ട് തെളിച്ചതാ. മഹാനായ എംപിച്ചു കോയത്തങ്ങൾ അല്ലാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. ആ ഒരു വംശപരമ്പര നമുക്ക് തന്നെ ഫാത്തിമ റളിയല്ലാഹു അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടുള്ള കടമയും കുറിച്ച് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് പനി വന്നപ്പോഴാണ് 3 ദിവസത്തെ നോമ്പ് നോറ്റത്. 3 ദിവസവും 1-ാമത്തെ ദിവസം
അവിടെ ഉണ്ടായിരുന്ന ഗോതമ്പെടുത്ത് ആ ഗോതമ്പ് പൊടിച്ച് ഒരൽപ്പം പത്തിരി ഉണ്ടാക്കി, എന്നിട്ട് നോമ്പ് തുറക്കാൻ പത്തിരി കഴിക്കാൻ പോവുകയാണ്. ആ സമയത്താണ് വാതിലിൽ മുട്ട് കേൾക്കുന്നത്. അലി റളിയല്ലാഹു തആല തുറന്നു നോക്കുമ്പോ ഒരു യതീമായ മനുഷ്യൻ വന്നിട്ട് വിളിക്കുന്നു, യാ അലിയേ, യാ അഹ്ല ബൈത്ത് റസൂലുള്ളാഹ്, എനിക്ക് വിശക്കുന്നു അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബമേ, എനിക്ക് വിശക്കുകയാണ്. ഒരു യതീമായ അനാഥ കുഞ്ഞു കണ്ടിട്ട് വാതിൽ മുട്ടിയപ്പോ അലി റളിയല്ലാഹു തആല കണ്ടതൊരു യതീമിനെയാ. ആ സമയത്ത് വാതിൽ പടിയിലേക്ക് തിരിഞ്ഞിട്ട് അലി റളിയല്ലാഹുവിന്റെ ഫാത്തിമയെ വിളിച്ചു. പത്ര ഫാത്തിമ, ഫാത്തിമുദാത്ത് മജ്ദിവൽഖീനി വഹബിന്തി ഖൈരിൻ നാസി അജ്മഈന. വാതുപ്പടിയിൽ നിന്നിട്ട് പാട്ടുപാടി അലി റളിയല്ലാഹു തആല. അതാണ് കുടുംബം. ഭാര്യയോട് പാട്ടുപാടി പറയാം. അന്നത്തെ ഒരു വലിയ രീതിയാണ് ബൈത്ത് പാടുക. വിളിച്ചു, ഫാത്തിമുദാത്ത് മജ്ദിവൽഖീനി വബിന്തി ഖൈരിൻ നാസി അജ്മഈന أما ترينا باعث المسكين قد قام بالباب له حنينا يشكو إلى الله ويستعينا يشكو إلينا طائر حزينا. ഒരനാഥനായ പാവപ്പെട്ട യതീമായ കുട്ടി നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഭക്ഷണത്തിന് വേണ്ടി വിളിക്കുന്ന ഫാത്തിമ. അതുകൊണ്ട് ഫാത്തിമ, ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനുണ്ടാക്കിയ ആ ഒരു പത്തിരി അനാഥനായ കുട്ടിക്ക് കൊടുക്കണേ ഫാത്തിമ. നല്ലത് ചെയ്യുന്നവര് അല്ലാഹു സഹായിക്കില്ല ഫാത്തിമ. അതുകൊണ്ടാണ് ഒരു റൊട്ടിയെടുത്ത് കൊടുക്കാൻ പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല മറുപടി പറഞ്ഞു, അത്രേ അമ്രുക സമൂനി ബിന അമ്മി വതാ മാബീനിൽ മിനലാ. എത്ര നല്ല കുടുംബജീവിതമാണ്. കവിത പാടിയ ഭർത്താവിനോട് കവിത പാടി മറുപടി പറഞ്ഞ ഫാത്തിമ. അമ്രുക സമൂനി ബിന അമ്മി വതാ മാബീനിൽ മിനലാ. അങ്ങൊരു കാര്യം പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കിന് ഫാത്തിമയ്ക്ക് വേറെ ഒന്നുമില്ലല്ലോ. എന്റെ ഭർത്താവിന് വിഷയം പറഞ്ഞാൽ പിന്നെ ഫാത്തിമയ്ക്ക് വേറൊന്നുമില്ലല്ലോ. കഴിക്കാനിരുന്ന ഒരു റൊട്ടിയെടുത്ത് പാവപ്പെട്ട യതീമിന്റെ കയ്യിൽ കൊടുത്ത് അന്നത്തെ ദിവസം പച്ചവെള്ളം കൊണ്ട് നോമ്പ് തുറന്നിട്ട് കിടന്നുറങ്ങി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ചാരത്ത് ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹാ അങ്ങനെ പട്ടിണി കിടന്നിട്ടിറങ്ങുമ്പോഴാണ് അല്ലാഹുവിന്റെ ഖുർആൻ ആയത്തിറങ്ങിയത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു പാവപ്പെട്ട ഭർത്താവിന്റെ വാക്ക് കേട്ടിട്ട് പട്ടിണി കിടന്ന ഭാര്യക്കാണ് ഭർത്താവിന്റെ ഒട്ടിയ ശരീരത്തോട് കെട്ടിപ്പിടിച്ച് പട്ടിണി കിടന്ന ഭാര്യയുടെ ചാരത്താണ് ഖുർആൻ ആയത്തിറങ്ങിയത്. إن الأبرار يشربون من كأس كان مزاجها كافورا عينا يشرب بها عباد الله يفجرونها تفجيرا. നാളെ അല്ലാഹു സ്വർഗ്ഗത്തിന്റെ പാനീയം കുടിപ്പിക്കുന്നത് നല്ലവർക്കാണ്. ആരാണ് നല്ലവർ? യൂഫൂന ബിന്നദിരി, അവരവരെ നേർച്ച പാലിക്കുന്നവരാണ്. മകന് രോഗം വന്നപ്പോൾ നേർച്ചയിട്ടത് പാലിക്കുകയാണ്. നോമ്പ് പിടിച്ചിട്ട് കഴിക്കാനുള്ള ഭക്ഷണം വയുത്തീമൂന തഅമലാ ഹുബ്ബിഹി മിസ്കീനോ വയതീമോ വഅസീറാ. നേർച്ചയിട്ടപ്പോൾ കിട്ടിയ ഭക്ഷണം അത് പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ അവർ നിയ്യത്താക്കിയതുപോലെ കൊടുത്തപ്പോ അവർക്കാണ് സ്വർഗം കിട്ടിയതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങി. അല്ലാഹു നമുക്ക് സ്വർഗം നൽകുമാറാകട്ടെ. ഭർത്താവിനോടൊത്ത് ഒരുമിച്ച് ജീവിച്ച ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ, അല്ലാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആ ജീവിതത്തിന് തിരശ്ശീല വീണു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ തന്റെ മക്കൾക്ക് ഉമ്മയായി, തന്റെ ഭർത്താവിന് കാവൽ നിൽക്കുന്ന ഭാര്യയായി, ഉപ്പയുടെ തണലായി ജീവിച്ച ഫാത്തിമ റളിയല്ലാഹു അൻഹാ അവസാനം ഈ ലോകത്തോട് വിട പറഞ്ഞു ഏറ്റവും നന്മയോടെ.
ഫാത്തിമ ബീവിയുടെ വഫാത്ത് കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് ഏറ്റവും നല്ല ചരിത്രത്തിന്റെ ഏറ്റവും നല്ല ഭാഗം ഫാത്തിമയുടെ വഫാത്താണ്. ഏതൊരു മനുഷ്യനും കൊതിക്കുന്ന, ഏതൊരു ഭർത്താവും കൊതിക്കുന്ന, ഏതൊരു ഭാര്യയും കൊതിക്കുന്ന ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വിട പറച്ചിൽ അല്ലാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. എല്ലാവരും ഉറക്കെ ഒരു 3 സലാത്ത് കൂടി ചൊല്ലി, ഈ സലാത്താണ് ഇന്നത്തെ നമ്മുടെ ദുആ. ഇൻഷാ അല്ലാഹ് ഒരു 15 മിനിറ്റ് കൂടി കഴിയുമ്പോൾ നമ്മൾ ദുആയിലേക്ക് കടക്കും. ഈ സദസ്സ് മുഴുവനും എഴുന്നേറ്റ് നിൽക്കും, പടച്ചറബിലേക്ക് കരങ്ങൾ ഉയർത്തും. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഹാഫിളീങ്ങളായ മക്കൾ കൂടിയുണ്ട്. ഞാൻ കുട്ടികളെ അങ്ങനെ വെളിയിൽ വിടാറില്ല ഒരു പരിപാടിക്കും. പിന്നെ കോളേജിന്റെ അടുത്ത് നടക്കുന്ന ആദ്യത്തെ പരിപാടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ കൊണ്ടുവന്നു എന്ന് മാത്രം. അതാ ദുആയ്ക്ക് വേണ്ടി. അത് നിങ്ങളുടെ മക്കളാണ്. എനിക്കിപ്പോ 52 മക്കളാണ്. 49 എണ്ണം കോളേജിലും 3 എണ്ണം വീട്ടിലും. അതാണ് എന്റെ കുടുംബം. അല്ലാഹു മക്കളെ ഹാഫിളീങ്ങളാക്കട്ടെ. നിങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത് അനുഗ്രഹമായ ഒരു കോളേജ് വരുമ്പോ ഓരോ ഉമ്മമാരോടും ഓരോ ഉപ്പമാരോടും എല്ലാവരോടും ഇൻഷാ അല്ലാഹ് നിങ്ങൾ അവിടെ എത്തണം. ഞാൻ മിക്ക ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവും. എല്ലാവരും എത്തുക. അവിടെ എത്തുമ്പോ ഇൻഷാ അല്ലാഹ് അവിടെ ദുആ ചെയ്യാനും നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന്റെ 6661 ഹാഫിളീങ്ങളായ മക്കൾക്ക് വേണ്ടി നേർച്ചയാക്കി ഒരു നേരത്തെ ഭക്ഷണം നിങ്ങളുടെ വീട്ടിൽ നടക്കുമ്പോ ആ കോളേജിലെത്തി എപ്പോഴും അതിന്റെ ഭാരവാഹികൾ ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാരവാഹികൾ ബഹുമാൻ സിദ്ദീഖ് സാഹിബ്, വാപ്പൂട്ടിക്ക, സൈലബ്ദി മാഷ് അടക്കമുള്ള നിങ്ങൾക്ക് ചിരപരിചിതരായ ആളുകളുണ്ട്. അല്ലാഹു അവരെ ഖൈറിലാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ അവിടത്തെ ഫോണിൽ വിളിച്ച എപ്പം ഞാൻ ഉണ്ടെന്നറിയാം. 24 23 23 വിളിച്ചാൽ മതി. ഓർക്കാൻ എളുപ്പമുണ്ട്. 04662 24 23 23 വിളിച്ചാൽ മതി. അള്ളാഹു നന്നാക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് എല്ലാവരും മനസ്സിരുത്തി ധാരാളം ആളുകൾ ദുആ ചെയ്തതാണ് ഇത്രയും വലിയൊരു സദസ്സ്. ഏതായാലും ഒരുക്കുംപറ്റക്കാരോട് ഈ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ തലകുനിക്കാൻ. കുറെ കാലങ്ങൾക്ക് ശേഷം സൗണ്ട് പോയോ വന്നോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷെ ആദ്യം ഒരു പ്രസംഗം നടക്കും. ഇത്രയും നാൾ ഞാൻ വിശ്രമത്തിലായിരുന്നു. ചെറിയ ഒറ്റപ്പെട്ട പരിപാടികൾ മാത്രം. ഇനി തിരക്ക് കൂടി. ഇനി മെയ് വരെ പിടിച്ചാൽ കിട്ടാത്ത പരിപാടികളാണ്. എല്ലാവരും കാര്യമായിട്ട് ദുആ ചെയ്യണം. ഏതായാലും പഴയതിനേക്കാൾ നന്നായിട്ട് സൗണ്ട് തിരിച്ചു കിട്ടി ഇല്ലേ? ഉസാറല്ലേ? ഗൾഫിലായിരുന്നു ജോലി. ഗൾഫുകാരനെ തിരിച്ചറിയാൻ 2 വഴിയുള്ളൂ. ഒന്ന്, ഏത് കാര്യം ചോദിച്ചാലും മസ്ബൂത്ത് അല്ലേ, അയ്യോ തമാം എന്ത് ചോദിച്ചാലും വണ്ടി റിവേഴ്സൽ. പിന്നെ ഗൾഫുകാരനെ തിരിച്ചടിയാനുള്ള വഴി ഫ്രണ്ടിൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കും. ഗൾഫുകാരനാണെങ്കിൽ 4 എണ്ണം വലിച്ചു. നമ്മുടെ മലയാളി നാട്ടുകാരനാണെങ്കിൽ പേടിച്ച് ഒരെണ്ണം എടുക്കും. അതാ പ്രവാസി തിരിച്ചടിയാനുള്ള മാർഗം. അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. നമ്മുടെ ദുആയിലേക്ക് കടക്കാണ്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഇതൊരു നല്ല സദസ്സാണ്. ഹാഫിളീങ്ങളായ 50 പേരെയൊക്കെ ഇരുത്തി ദുആ ചെയ്യാന്ന് പറഞ്ഞ 49 വിദ്യാർത്ഥികൾ, ഹാഫിളീങ്ങളായ 3 ഉസ്താദന്മാർ, അതല്ലാതെ ഹാഫിളീങ്ങളായ ധാരാളം ആളുകൾ. അള്ളാഹു ഇതേപോലെ എല്ലാ സദസ്സും ഞങ്ങൾക്ക് നന്നാക്കി തരണേ തമ്പുരാനെ. എല്ലാ സദസ്സിലും ഇങ്ങനെ കിട്ടൂല. കാരണം കുട്ടികൾ എല്ലായിടത്തും ഞാൻ വിടൂല. ഇവിടെ ഒരു ആദ്യത്തെ പരിപാടി അതിന് കിട്ടുമെന്ന് മാത്രം. 3 സലാത്ത് ഉറക്കത്തിൽ സല്ലല്ലാഹു അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. നല്ല ഉറക്കം അലസതയൊക്കെ വിട്. ഉറക്കെയല്ലാഹു സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. ഈ പാതിരാവിന്റെ നിശബ്ദതയിൽ ഞങ്ങളിങ്ങനെ വന്നത് നിന്റെ കരുണയുടെ കടാക്ഷം ഞങ്ങൾക്ക് കിട്ടാനാണ് തമ്പുരാന്. അല്ലാഹുവേ ഞങ്ങളുടെ സദസ്സിനെ സ്വീകരിക്കണേ അല്ലാ. നിന്റെ അവിടുത്തെ പ്രിയപ്പെട്ട പുന്നാര പൊന്നുകളുടെ അവദാനങ്ങളെ പാടിപ്പറഞ്ഞ ഈ സദസ്സിലല്ലാതെ എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിയണേ തമ്പുരാന്. ഈ തടിച്ചുകൂടിയ 10,000 ആളുകൾ ജീവിതത്തിന്റെ ഒരേ ഒരു ദുആക്ക് വേണ്ടി ഈ സദസ്സിലേക്ക് കടന്നു വന്നവർ അല്ലാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കരളിന്റെ കസരത്തിന്റെ ഫാത്തിമ കിത്തത്തു ഖബറി ഫാത്തിമയുടെ കരളിന്റെ കസരമാ ഫാത്തിമയുടെ ജീവിതത്തിന്റെ റൂഹാനുൽ ജന്ന സ്വർഗത്തിന്റെ സുഗന്ധ പുഷ്പമാണ് ഫാത്തിമ. ഫാത്തിമയെ കുറിച്ച് പറയാൻ വാക്കുകളില്ല, ഫാത്തിമയെ കുറിച്ച് പറയാൻ നാവുകളില്ല. ഇൻഷാ അല്ലാഹ് ഫാത്തിമ റളിയല്ലാഹു തആല ദശമാറിൽ അടിച്ചു നിൽക്കാർക്കും ഞാനോറിന് കൂലിക്കച്ചവടക്കാരനും ഓരോ തെരുവുകളിലും പച്ചക്കറി വിൽക്കുന്ന പാവപ്പെട്ടവനും ഒരേപോലെ പ്രിയങ്കരി ഫാത്തിമ, ലലനാമണി ഫാത്തിമ, മഹിതാമണി ഫാത്തിമ, ചരിത്രത്തിന്റെ പുനരാഖ്യാനമേ ഫാത്തിമ, സൈനതയുടെ സ്ത്രീത്വത്തിന്റെ പുത്തീകരണമേ ഫാത്തിമ, ആധുനിക ലോകത്തിന് വജ്രസമാനമായ പ്രതിരോധത്തിന്റെ ശക്തി സ്ത്രീത്വത്തിന് പഠിപ്പിച്ചു കൊടുത്ത സൈനതയുടെ മൂർത്തിമൽഭാവമേ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. 25 വർഷത്തെ ജീവിതത്തിന് തിരശ്ശീലയിടുകയാണ്. ഒരു പുണ്യമായ മാസത്തിലാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോടൊത്ത് ഇല്ലായ്മകളിലും എല്ലായ്മകളിലും പൊട്ടിച്ചിരിച്ചു നടന്ന ഫാത്തിമ. പ്രിയപ്പെട്ട ഉപ്പവീട് കഥ പറഞ്ഞതിന് ശേഷം പിന്നീട് ഫാത്തിമ ചിരിച്ചിട്ടില്ല. ഹബീബായ നബി തങ്ങളെ തന്റെ ചെവിയിലേക്ക് തന്റെ ചുണ്ടിലേക്ക് വെച്ചിട്ട് നീയാണ് എന്റെ അടുക്കലേക്ക് ആദ്യം വരുന്നതെന്ന് പറഞ്ഞ് കേട്ട് ചിരിച്ചതാണ്. പിന്നെ ഉപ്പവിട പറഞ്ഞ 6 മാസം പിന്നെ പുഞ്ചിരി വിടന്നിട്ടുള്ള ഫാത്തിമക്ക് റളിയല്ലാഹു തആല അൻഹാ ഉപ്പയില്ലാതൊരു ചിരിയുണ്ട്, ഉപ്പയില്ലാതൊരു ജീവിതമുണ്ട്, ഉപ്പയില്ലാതൊരു ചരിത്രമുണ്ട്. ആകുലതകളെയും നടുവിൽ ജീവിക്കുമ്പോ 6 മാസം കഴിഞ്ഞ ഒരു ദിവസം അലി റളിയല്ലാഹു തആല ചന്തയിൽ പുല്ല് വിൽക്കുന്ന കച്ചവടക്കാരനാണ്. പിന്നെ ഫാത്തിമയുടെ ഭർത്താവ് കോടിപതിയല്ല, ലക്ഷാധിപതിയല്ല. രചനാൻ പർവ്വതത്തിന്റെ മലയടിവാരത്തിൽ പോയി പുല്ല് വെട്ടിക്കൊണ്ടുവന്നിട്ട് കാളാ ചന്തയിൽ വിട്ടിട്ട് പുല്ല് കച്ചവടക്കാരനായ ഭർത്താവ് രാവിലെ കുഞ്ഞുമക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാനെ എഴുന്നേൽപ്പിച്ചു, അവരെ കുളിപ്പിച്ചു, ഭക്ഷണമൊക്കെ കൊടുത്തു. ഫാത്തിമ റളിയല്ലാഹു തആല കുളിച്ചൊരുങ്ങി. അവർ ജീവിതത്തിൽ സുഗന്ധവ്യങ്ങൾ ഉപയോഗിച്ചു. ഉപ്പയുടെ വഫാത്തിന് ശേഷം നല്ല വസ്ത്രം ധരിച്ചിട്ടില്ല, കണ്ണിന് സുറുമ എഴുതിയിട്ടില്ല, അത്തറ് പൂശിയിട്ടില്ല. ഉപ്പയുടെ അടുക്കൽ എപ്പോഴാണ് പോകേണ്ടതെന്നറിയാതെ ആകുലതകളുടെ ജീവിതത്തിന്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളോട് പൊരുവെത്തുന്ന ഫാത്തിമ. സ്വർഗമാണ് നന്മയെന്ന് കരുതിയ ഫാത്തിമ പരാതികളും പരിമിതികളും പരിവേദനങ്ങളും പരിതാപങ്ങളും പരിധിയും നിൽക്കുമ്പോഴും പാലിലെ പരമസുഖമല്ല, പാലിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാത്രി പടച്ചറപ്പിനോട് പതിതയെപ്പോലെ പൊട്ടിക്കരഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ പരാതികളും പരിമിതികളും പരിവേദനങ്ങളും പരികർമ്മങ്ങളും പരിധിലംഘിക്കുമ്പോൾ പാലിലെ പരമസുഖമല്ല, പരലോകത്തിന്റെ പരമാനന്ദമാണ് പരിഗണനീയമെന്ന് കരുതി പാതിരാവിൽ പതിതയെപ്പോലെ പടച്ചറപ്പിനോട് പരലോകമൊത്തിട്ട് പൊട്ടിക്കരഞ്ഞ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലി റളിയല്ലാഹു തആല പുല്ല് കച്ചവടം കഴിഞ്ഞ് വീടിന്റെ ചാരത്തെത്തി. ഫാത്തിമ റളിയല്ലാഹു തആല വാതിൽ പുറത്തെത്തി. കണ്ണിന് സുറുമയുണ്ട്, അത്തറിന്റെ സുഗന്ധമുണ്ട്, ഉള്ളതിന് നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്. പുല്ലുമെടുത്തിട്ട് വന്ന അലീനെ കുളിക്കാൻ വെള്ളം കൊടുത്തു. കുളി കഴിഞ്ഞ് തിരിച്ചു വരവേ ഫാത്തിമ റളിയല്ലാഹു തആല പത്തിരി ചുട്ടിട്ട് ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട്. ഉപ്പാന്റെ വഫാത്തിന് ശേഷം അടുപ്പിലങ്ങനെ ഭക്ഷണമുണ്ടായിട്ടില്ല, രുചികരമായ ഭക്ഷണം വിളമ്പിയിട്ടില്ല. വിരഹത്തിന്റെ ബലഹീനരേ ഫാത്തിമ, വിരഹദുഃഖത്തിന്റെ വിഷാദ നിമഗ്നയായി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ അലി റളിയല്ലാഹു അൻഹുവിന് ഭക്ഷണം വെച്ചു കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം തിന്നുന്നത് കൗതുകത്തോടെ മുമ്പിൽ പോയി കൊച്ചുകുട്ടിയെ പോലെ നോക്കി നിന്ന് എന്നിട്ട് ഓടിച്ചുവത്ര അലിയെ, എന്റെ ഫാത്തിമ, നിങ്ങൾ കടിക്കുന്ന ഭക്ഷണം നിങ്ങളുടെ കൈകൾ കൊണ്ട് എന്റെ വായിലേ കൊണ്ടുവച്ചു തരുമോ? അലി റളിയല്ലാഹു തആല ഞെട്ടിത്തരിച്ചു. ഫാത്തിമ എന്താണ് പറയുന്നത്? ഒരൽപ്പം ഭക്ഷണം എന്റെ വായിലേക്ക് വെച്ച് തരുമാനിയേ. അലി റളിയല്ലാഹു തആല പറഞ്ഞു, ഫാത്തിമ നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് പേടിയാകുന്ന മോളെ, പതിവില്ലാത്തത് പലരും കാണുന്നുവല്ലോ, കണ്ണിന് സുറുമ എഴുതിയിരിക്കുന്നുവല്ലോ, എല്ലാവരുടെ മുഖത്തിന് പ്രസാദമാണല്ലോ ഫാത്തിമ. എനിക്ക് എന്തൊക്കെയോ അപകടം മുഴക്കുകയാണ്, എന്തൊക്കെയോ ഭീതി പടരുകയാണ് എന്റെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആഗ്രഹം പോലെ തന്റെ ചുണ്ടിലത്തിന്റെ ഉള്ളിലേക്ക് പത്തിരി ചുരുട്ടി വെച്ചു കൊടുത്ത അലി റളിയല്ലാഹു അൻഹുമാ
ഫാത്തിമ റളിയല്ലാഹു അൻഹ സന്തോഷത്തോടെ കഴിച്ചു. പരസ്പര മത്സരം എന്തിന് പെങ്ങളെ? ജീവിതത്തിൽ അല്ലാഹു വിവാഹത്തിലൂടെ കൈപിടിച്ചൊട്ടിച്ചു തരുമ്പോ ഒരു കൂരക്കുള്ളിൽ പരസ്പര മത്സരത്തിന്റെ, വൈരാഗ്യത്തിന്റെ, കണക്കുകൂട്ടലിന്റെ, പിരിച്ചുപോകലിന്റെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന അഭിനവലോകത്തിന്റെ നടുവിൽ ഒരു ഭാര്യയും ഭർത്താവിന്റെയും അവസാനത്തിന്റെ വിയോഗ ദിവസമാണ്. ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുത്തു. അലി റളിയല്ലാഹു തആല എഴുന്നേൽക്കവേ ഫാത്തിമ റളിയല്ലാഹു തആല പറഞ്ഞു, അലിയേ എന്താണ് ഫാത്തിമ, എനിക്കൊരവസാനത്തെ ആഗ്രഹമുണ്ട് അലിയേ. എന്താണ് ഫാത്തിമ ഈ പറയുന്നത്? ഒടുക്കത്തെ ആഗ്രഹമോ? അതെ അലിയേ, നിങ്ങളാ കാലൊന്ന് നീട്ടിവെക്കുമോ? നിങ്ങളുടെ മടിയിൽ ഞാനൊന്ന് തലവെച്ച് കിടക്കട്ടെ. ഭാര്യയുടെ ഒടുക്കത്തെ ആഗ്രഹം, നിങ്ങളാ കാലൊന്ന് നീട്ടിവെക്കുമോ? ആ മടിയിൽ ഞാനൊന്ന് തലവെച്ച് കിടന്നനക്കൊന്ന് കിടക്കട്ടെയോ? അലി റളിയല്ലാഹു തആല ഭിത്തിയിലേക്ക് മുതുക് ചാരിയിട്ട് കാല് നീട്ടിവെച്ചു. ഉമ്മയുടെ മടിയിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലെ, കൊഞ്ചിക്കൊടഞ്ഞ കുഞ്ഞിനെ പോലെ തന്റെ ശിരസ് അലിയുടെ മടിയിലേക്ക് വെച്ചിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല ചോദിച്ചു, അത്ര അലിയേ, എന്റെ ഉപ്പ ഒരീത്തപ്പന പരത്തിന്റെ ഓലയും കയ്യിൽ പിടിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്നെ പറഞ്ഞു വിട്ടതാണ്. അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ മക്കളെ തന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ തണലായി. ഞാനിതാ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതേവരെ എന്നിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ അലിയേ? ഞാൻ എന്തെങ്കിലും അറിയാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ അലിയേ? റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും വന്നില്ല. ഫാത്തിമയുടെ കവിളിലേക്ക് 2 ചുടുനീര് കണ്ണുനീര് തുള്ളികൾ വീണു. നോക്കുമ്പോ അലിയുടെ കണ്ണിൽ നിന്നതിന് മറുപടി എന്നോണം 2 തുള്ളി കണ്ണീര് വീണു. ഫാത്തിമ, നീ എന്റെ കരളിന്റെ കഷണത്തിന്റെ മോളാണ്. നീ എന്റെ ജീവിതത്തിൽ എന്നെ എവിടെ വേദനിപ്പിക്കാൻ എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടു ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല ചിരിച്ചു. ഉപ്പ മരിച്ചതിന് ശേഷം പിന്നെ ചിരിച്ച ഒരേ ഒരു ചിരി അതാണ്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കൈവിരലുകൾക്കിടയിലേക്ക് തന്റെ കൈവിരലുകൾ ചേർത്ത് കൂട്ടിപ്പിടിച്ചു. ഫാത്തിമ ചോദിച്ചു, അലിയെ എന്തേ ഫാത്തിമ, എനിക്ക് സമാധാനമായി, എന്നാൽ ഞാനിനി പൊയ്ക്കൊട്ടെ അലിയെ? എവിടേക്കാണ് ഫാത്തിമ? എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. എന്റെ ഉപ്പ എന്നെ വിളിക്കുകയാണ്. എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് ഞാൻ പോവുകയാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ചുണ്ടകന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. കാലിനീട്ടി വെച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ മടിത്തത്തിൽ ശിരസിലേക്ക് വെച്ച് ഒരു കർമ്മത്തിന്റെ മുഴുവനെ പൂർത്തീകരണം പോലെ, ഒരു ജന്മത്തിന്റെ ചരിത്രം പൂർത്തീകരിച്ചതുപോലെ ഫാത്തിമ റളിയല്ലാഹു തആല പറയുകയാണ്. മുത്ത് റസൂലിന്റെ പൊന്നുമോൾ മാളത്തപ്പമേ സൂര്യനെ പോലെ ചെഞ്ചായത്തിൽ മറഞ്ഞു. ഫാത്തിമ റളിയല്ലാഹു അൻഹ കബറടക്കിട്ടങ്ങളെ കടീമോ ജീവിതത്തിൽ ഇങ്ങനെ കൂട്ടാളിയായി കൈപിടിച്ചവന്റെ മടുത്തത്തിൽ കിടന്നിട്ട് പൊരുത്തപ്പെട്ട് ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോകാൻ, സ്വർഗത്തിൽ കാണാമെന്ന് പ്രതീക്ഷിക്കാൻ ഈ ജീവിതത്തിന്റെ ജനന മൃതികളുടെ ഇടയിലുള്ള നിഴൽ നാടകത്തിന്റെ നടുവിൽ നമ്മൾ എന്തൊക്കെയാണ് നേടിയത്, എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞത്. ഫാത്തിമ റളിയല്ലാഹു അൻഹയെ കബറടക്കി. രാത്രിയിൽ വന്ന് വീട്ടിൽ കിടന്നിട്ട് അലിയിന് ഉറക്കമില്ല. പെങ്ങളെ അങ്ങനെയാവണം, നീ നഷ്ടപ്പെട്ട രാത്രിയിൽ നിന്റെ ഭർത്താവ് ഉറങ്ങാൻ പാടില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ എന്നെ മരിച്ചു കിടക്കുന്ന ഭാര്യയുടെ ചാരത്തിലെന്ന് പറഞ്ഞതുപോലെ ലോകത്തൊരു ഭർത്താവും പറയാൻ പാടില്ല, ഭാര്യ മരിച്ചു കിടക്കുന്ന ആദ്യ രാത്രി ഉറങ്ങാൻ കഴിയോ ഭർത്താക്കന്മാരെ? അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ. ഓടിത്തളർന്ന് സഞ്ചരിച്ച് പാതി മയ്യത്ത് പോലെ വീടിന്റെ മുമ്പിലെത്തുമ്പോ, പാതിരാ സമയത്ത് കോളിംഗ് ബെല്ലടിക്കുമ്പോ ഉറക്കം പോലും പോയ പരിഭവം പറയാതെ വാതില് തുറന്നിട്ട് പ്രിയപ്പെട്ട ഭാര്യയുടെ ഉറക്കച്ചടവുള്ള പുഞ്ചിരിച്ച മുഖം കാണുമ്പോ എപ്പോഴാണ് ജീവിതത്തിന് കരച്ചിൽ വരിക? ഇനി വാതിൽ തുറന്നു തരാൻ അവളില്ലെന്ന്, ഇനി ആശ്വസിപ്പിക്കാൻ അവളുടെ വാക്കുകളില്ലെന്ന്, ഇനി ഉമ്മാന്ന് വിളിക്കാൻ മക്കാരുമില്ലെന്ന് ഭാര്യയുടെ വിലയെറിയുന്നത് അവൾ മരിച്ച ആദ്യ രാത്രിയിലാണ്. ഇന്നലെ വരെ കിടപ്പറയിലില്ലാത്തവൾ, ഇന്നലെ വരെ കിടപ്പറയിൽ കിടന്നവൾ ഇന്നെന്റെ ചാരത്തില്ലല്ലോ.
ഭാര്യ മരിക്കുമ്പോഴാണ് അവരുടെ വിലയറിയുക. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലയറിയില്ലെന്ന് പറഞ്ഞതുപോലെ അള്ളാഹു നമ്മുടെ ഇണപ്രാവുകൾക്ക് അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകുമാറാകട്ടെ. എടാ വേറൊന്ന് കെട്ടുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. മാടപ്രാവിനെ പോലെയാവണം, മാടപ്രാവിനെ പോലെയാവണം. ഇണപ്രാവ് മരിച്ചുപോയാൽ പിന്നെ മറ്റേ പ്രാവ് വേറൊന്ന് കല്യാണം കഴിക്കാറില്ല. അത് മരിച്ചുപോയ ഇണപ്രാവിനെ ഓർത്ത് കരഞ്ഞ് 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 ചത്തുപോവാറാണ് പതിവ്. മാടപ്രാവിന്റെ സ്നേഹം പോലും മനുഷ്യ നിനക്കില്ലാതെ പോയല്ലോ. ഭാര്യയോട് ഇണപ്രാവിനെ നഷ്ടപ്പെടുമ്പോ വിരക ദുഃഖത്താല് തലവല്ലി ചത്തുപോകുന്ന മാടപ്രാവിനെ പോലെ ഫാത്തിമ റളിയല്ലാഹു തആല വഫാത്തായി. അലിയിനുറക്കമില്ല. അന്നത്തെ രാത്രി ഭാര്യയുടെ കബറിടത്തിലെത്തി. മരിച്ചു മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോഴും സ്നേഹിച്ചവനെ മറ്റൊരിടത്ത് കിടന്നുറങ്ങാൻ സമ്മതിക്കാതെ മണ്ണിന്റെ അടിയിലും മരിച്ചും മണ്ണിന്റെ അടിയിൽ പോകുമ്പോഴും മാനവ മനസ്സുകളിൽ മൺചരാട് പോലെ മഹിതമായി മങ്ങാടമെന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹാ. ആ പാതിരാ സമയത്ത് ഫാത്തിമ ബീവിയുടെ കബറിടത്തിന്റെ ചാരത്ത് വന്നിട്ട് അലി റളിയല്ലാഹു തആല പാടിയ ഈരടികളുമതി ഫാത്തിമയാരെന്നറിയാൻ അവിടെ വന്നിട്ട് പറഞ്ഞു അത്രേ, കുന്നാക സൗജി ഹമാമത്തിൻ ഫീ ഐകതി മുതമത്തിഈന ബിസിഅതി വസബാബി ഖലത്തി الزمان بنا خلت الزمان بنا وفرق بيننا إن الزمان مفرق الأحباب. കഴിഞ്ഞുപോയ ബാല്യജീവിതത്തിന്റെ പ്രണയസല്ലാപത്തിന്റെ നട്ടതുക്കം പോലെ അലി റളിയല്ലാഹു അൻഹു പാടുകയാണ്, ഐക്കാത്തലംബരദേശത്ത് വൃക്ഷച്ചൊല്ലുകളിൽ കൊക്കുരുമ്മിരുന്ന മാടപ്രാവുകളെ പോലെ പ്രേമസല്ലാപത്തിൽ ജീവിച്ചവളാണ് ഞാനും എന്റെ ഫാത്തിമയും പറ്റേ. അല്ലാഹുവേ ഖലത്തിസ്സമാനു ബിനാ വഫറക ബൈനനാ ഇന്ന الزمان مفرق أحبابي. കാലത്തിന്റെ പ്രവാഹത്തിന്റെ കാലത്തിന്റെ കുതിച്ച ചാട്ടത്തിന്റെ ഇടയിൽ കാലമെന്റെ ഫാത്തിമയെ കൊത്തിപ്പറന്നു പോയല്ലോ. കാലമെന്റെ ഫാത്തിമയെ കൊത്തിപ്പറന്നു പോയല്ലോ. എന്നിട്ട് വീണ്ടും പാടുകയാണ് ഖബറേ മലി മറർത്തു നല്ലത് കുബൂരി മുസല്ലിമ ഖബറേ ഹബീബി ബലം മറുദ ജവാബി. ഖബറേ, ആ ഖബറിന്റെ ചാരത്ത് നിന്ന് സലാം പറഞ്ഞു ഫാത്തിമ, അസ്സലാമു അലൈക യാ ഫാത്തിമ. പ്രിയപ്പെട്ട ഭാര്യ ഖബറടയ്ക്ക് മണ്ണിന്റെ അടുത്തിരുന്ന് സലാം പറഞ്ഞിട്ട് അവസാനം പറയാണ് പൊട്ടിക്കരഞ്ഞിട്ട് അലി റളിയല്ലാഹു അൻഹു മരിച്ചാത്ത രാത്രിയില് മലി മറർത്തു അല്ലൽ ഖുബൂരി മുസല്ലിമ ഖബറൽ ഹബീബി ഫലം മറുദ ജവാബി. ഖബറേ, നിനക്ക് എന്ത് പറ്റിപ്പോയി? ഞാൻ എന്റെ ഫാത്തിമയോട് സലാം പറഞ്ഞിട്ട് ഫാത്തിമ എന്നോട് മടക്കുന്നില്ലല്ലോ. മരിച്ചവളോട് പ്രണയം പറയുകയാണ്, ഞാൻ സലാം പറഞ്ഞിട്ട് എന്റെ ഫാത്തിമ എന്നോട് മടക്കുന്നില്ലല്ലോ. യാ ഖബറുമാലക് ലാ തുജീബു മുനാദിയ അംലൽ തബദി ഖുല്ലതൽ അഹ്ബാബി. ഖബറേ, നീയെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ, എന്റെ ഫാത്തിമയുടെ മാംസം നീ തിന്നുവോ? ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി സലാത്തിന്റെ സുഹൃതം വളരുകയാണ്. ഇനി ദുആയ്ക്ക് കൈ ഉയർത്തുകയാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ മണ്ണേ, എന്റെ ഫാത്തിമയുടെ മാംസം നീ തിന്നുവോ? അവരുടെ എല്ല് നീ പൊടിച്ചുവോ? ഖബറേ, എന്റെ ഫാത്തിമയെ നീ വാരിയല്ലോ ഞെരുക്കിയോ? അറിയാൻ കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് പ്രാണപ്രയസിയുടെ ഖബറിന്റെ ചാരത്ത് കണ്ണുനീരിന്റെ ഗദ്ഗതം കണ്ട് കവിത പാടി അലി റളിയല്ലാഹു തആല അൻഹു. ഫാത്തിമ എന്ന ചരിത്രത്തിന് തിരശ്ശീല വീണു ഇല്ല, വീണില്ല. ഫാത്തിമ മണ്ണിലോട്ടൊടുങ്ങിയാൽ തീരില്ല പെണ്ണേ.
മുരിക്കുംപട്ടയിലെ പെണ്ണ് പള്ളിയുടെ ഖബർസ്ഥാനിൽ കുടിച്ചിട്ടാൽ അതോടെ തീരാനുള്ളതല്ല ധീര വനിതകളുടെ ചരിത്രം. ഹബീബായ മുത്തു പറഞ്ഞു, ഇന്ന അലിയ ഫാത്തിമ വൽ ഹസൻ വൽ ഹുസൈൻ, എന്റെ അലിയും എന്റെ ഫാത്തിമയും അവരുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമാ ഫീ ഹദീറത്തിൽ ഖുദ്സി, നാളെ ഏറ്റവും പരിശുദ്ധമായ സ്വർഗ്ഗത്തിലുണ്ടാകും. ഫീ കുബ്ബത്തിന് ബൈളാ, സ്വർഗത്തിലൊരു വെള്ളക്കുമ്പയുണ്ട്. ആ വെള്ളക്കുമ്പയുടെ മുകൾ ഭാഗത്ത് അല്ലാഹുവിന്റെ അർശാണിരിക്കുന്നത്. പടച്ചറപ്പിന്റെ അർശിന്റെതാണ് ഒരു വെള്ളക്കുമ്പയുടെ താഴ്ഭാഗത്ത് അലിയും ഫാത്തിമയും മക്കളും റളിയല്ലാഹു അൻഹുമാ ഒന്നിച്ചിരിക്കുന്നത് ഞാൻ കണ്ടുവെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിന് തിരശ്ശീല വീഴുകയാണ്. ഇനി പറയാനൊന്നു മാത്രം, അല്ലാഹുവേ ആമീൻ പറയുന്നവരൊക്കെ ഈ വർണ്ണപ്രപഞ്ചത്തിന് വിസ്മയം തീർത്തു, ഈ അക്ഷരപ്രവാദത്തിന് സമാപ്തി കുറിച്ചു, ഈ ഗ്രൗണ്ടിലേക്ക് പതഞ്ഞൊരുകിയ 10,000 ഈ സദസ്സത്ഭുതമാണ്. ഹാഫിളീങ്ങൾ ആമീൻ പറയുകയാണ്, റബ്ബേ ദുആയ്ക്ക് ഏറ്റവും പ്രത്യുത്തരമുള്ള സദസ്സാക്കി ഇതിനെ നീ സ്വീകരിക്കണേ അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വെള്ളക്കുബ്ബയുടെ താടനാള് സ്വർഗത്തിന്റെ അർശിന്റെ താടയിരിക്കാനും അലി റളിയല്ലാഹു അൻഹു ചോദിച്ചതുപോലെ ഫാത്തിമയുടെ മാംസവും തിന്നോ ഖബറേ? ഈ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാടില്ല റേഷൻ വേണ്ട പോലെ തീരുണ്ട്, ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണതുകൊണ്ട്. എന്റെ ഒരൊറ്റ പ്രസംഗം പോലും മരണം പറയാതെ ഇതേവരെ ഞാൻ അവസാനിപ്പിച്ചിട്ടില്ല. മുത്തുനബിയുടെ ചാരത്ത് വന്ന് സഹാബത്ത് പറഞ്ഞ്, നബിയെ മദീനയിലൊരു പ്രഭാഷകൻ വന്നിട്ടുണ്ട്, എന്തോരു പ്രസംഗമാണ് അയാളുടെ പ്രസംഗം, എന്തൊക്കെയാണ് പറയുന്നത്. ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, അയാളും മരണത്തെക്കുറിച്ച് പറയാറുണ്ടോ? അപ്പോഴാണ് സഹാബത്ത് പറഞ്ഞ, അയാളും മരണത്തെക്കുറിച്ച് പറയാറില്ല, എന്നാൽ അയാള് നല്ല വായിലല്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊക്കെ വിഷയം പറഞ്ഞാലും മരണം പറയാത്തവൻ നല്ല പ്രസംഗകനല്ല. ആ ഒരു ഹദീസ് കേട്ട അന്നു മുതൽ മരണം പറയാതെ ഞാൻ അവസാനിപ്പിച്ചിട്ടുമില്ല. മരിക്കില്ല മക്കളെ, മരിക്കില്ലേ, 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 ഇല്ലേ, മരിക്കില്ലേ? മരണം എപ്പോഴാ വരിക? എല്ലാവരോടും സലാം പറഞ്ഞ് യാത്രാഭാഗം കെട്ടി എയർലൈൻസിൽ കയറിപ്പോകുമ്പോ പാലക്കാട് മുഅ്മിന എന്ന ഉമ്മയും ചിന്തിച്ചില്ലല്ലോ, ഹറമിന്റെ മത്താഫിലാണ് തന്റെ മരണമെന്ന്, അവിടെയാണ് തന്നെ അസറായിൽ കാത്തു നിന്നതെന്ന്. എവിടെയാണ് മരണം കാത്തു നിൽക്കുന്നതെന്ന് ആർക്കാണറിയാൻ കഴിയുക? സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, സിംഹാസനത്തിനു ചുറ്റി നിന്നവരല്ലേ, പിടിമണ്ണു മാറി എറിഞ്ഞതത്ഭുതമല്ലേ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. രാജാവിന്റെ അടുക്കൽ യാചകൻ വന്നു. ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി യാചകൻ നടക്കാൻ കഴിയില്ല. ഇനി ആരും എഴുന്നേക്കരുത്. ഭക്ഷണം കഴിച്ചിട്ട് നടക്കാൻ കഴിയാത്ത യാചകൻ. ആ യാചകനോട് രാജാവ് പറഞ്ഞു, നീ ഇവിടെ നിന്ന് ഓടുക, എവിടെ പോയി വീഴുന്നു അവിടെ നിനക്കുള്ളതാണ്. മറുഭാഗത്താണ് രാജാവിന്റെ ഖജനാവ്, അതിനാണ് സ്വർണവും നാണയമൊക്കെ വെച്ചിരിക്കുക. യാചകൻ വിചാരിച്ചു, ഓടി ഓടി ഖജനാവിന്റെ മുകളിൽ പോയി വീണാൽ വീടുന്ന സ്ഥലം തനിക്ക് തരാമെന്ന് രാജാവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ വിചാരിച്ചു, ഓടി ഖജനാവിന്റെ മുകളിൽ വീണാൽ ഒരു മുഴുവനും കിട്ടുമല്ലോ. അങ്ങനെ യാചകൻ ഓടി. നമ്മളൊക്കെ യാചകന്മാരാണ്, നമ്മളൊക്കെ യാചകന്മാരാണ്. യാചകനോടാൻ തുടങ്ങി. ഓടി ഓടി കാല് തുറന്നു, തൊണ്ട വരണ്ടു. അവസാനം മുന്നോട്ടോടാൻ കഴിയാതെ തുറന്നു നിൽക്കുമ്പോ മഞ്ഞലോകത്തിന്റെ തിളക്കം യാചകനെ വീണ്ടും മോഹിപ്പിച്ചു. ഓടി ഓടി പാതി വരിയിൽ അയാൾ വീണു, അവിടെ കിടന്ന് മരിച്ചു. രാജാവ് പറഞ്ഞ്, അളന്നു നോക്കുക, അയാൾ വീണ സ്ഥലം അയാൾക്ക് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. സേവകന്മാര് വന്ന് അളന്നു നോക്കുമ്പോ
കൃത്യം 6 അടിയുണ്ട്. 6 അടി മണ്ണയാക്ക് കൊടുത്തു. ഇതാണ് ജീവിതം. മഞ്ഞലോകത്തിന്റെ തിളക്കം കണ്ടോടുന്നത് പോലെ ഓടുകയാണ്. പാതിവടിയിൽ വീഴുമ്പോ സ്വന്തമായിട്ടുള്ളത് 6 അടി മണ്ണ് മാത്രമാണ്. 6 അടി മണ്ണിന്റെ ജന്മി. പണ്ടൊരു കവിത കേട്ടിട്ടുണ്ട്, 6 അടി മണ്ണിന്റെ ജന്മി. ഇല്ല, 6 അടിയും ഇല്ല. കബറ് കുടിക്കാൻ കുടിവെട്ടുകാരൻ മൺവെട്ടുകൊണ്ട് വെട്ടുമ്പോ കല്ലിലാണ് വെട്ടുന്നതെങ്കിൽ ഒരല്പം ഇപ്പോട്ട് മാറും. അപ്പൊ വളർന്നു നോക്കിയാൽ ഏതാണ്ട് 5.25 അടിയൊക്കെയേ ഉള്ളൂ. 6 തന്നെ ഇല്ലല്ലോ മോനെ. അവസാനം മരിച്ചു വീഴുമ്പോ 6 അടി മണ്ണ് മാത്രം ബാക്കിയുള്ളവന് ജീവിതത്തിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബാക്കിയുണ്ടാവണ്ടേ. അള്ളാഹു നമുക്ക് ബാക്കി തരട്ടെ. 6 മണ്ണിലേക്ക് വെച്ചാൽ പുഴുക്കൾ തിന്നുന്ന ശരീരമാണ്. 6 മണ്ണിലേക്ക് നിന്റെ മയ്യത്ത് വെച്ചാൽ ആദ്യം വരുന്നത് പുഴുക്കളാണ്. 3 ദിവസം കൊണ്ട് പെണ്ണേ നിന്റെ കണ്ണ് തിന്നു തീർക്കും, നിന്റെ മാംസം തിന്നു തീർക്കും. 40 ദിവസം കഴിഞ്ഞാൽ എല്ലും അസ്ഥിയുമല്ലാതെ മറ്റൊന്ന് ബാക്കിയില്ലല്ലോ, മറ്റൊന്ന് ബാക്കിയില്ലല്ലോ. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, ആരുടെ അഹമ്മദ് കബീറിന്റെ ശരീരം വെച്ചാലും നിന്റെ വെച്ചാലും പുഴു തിന്നില്ലേടാ. ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്കു നീ ചെല്ലുന്നതിൽ. പക്ഷേ മയ്യത്ത് വെച്ചാൽ ഈ ഫ്രണ്ടില് കസേരയില് വെള്ള കുപ്പായം ധരിച്ച് കറുത്ത തലപ്പാവ് ധരിച്ച് ഈ വിനീത സേവനം ചെയ്യുന്ന കോതക്കുറിശ്ശിയിലെ ഹിഫ്ള് കോളേജിലെ മക്കളിരിപ്പുണ്ട്. പക്ഷേ അവരുടെ മയ്യത്ത് കൊണ്ടുപോയി കബറിലേക്ക് വെച്ചാൽ കബറിലേക്ക് പുഴുക്കൾ പാഞ്ഞു വരില്ലേ, പാഞ്ഞു വരില്ലേ. തിരൂര് വകലിന് പോയപ്പോ ഒരാളെന്നോട് പറഞ്ഞൊരു പെണ്ണു മരിച്ചിട്ട് കബറടക്കി. കബറ് വെട്ടുമ്പോ മണ്ണെടുക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് ഏറ്റവും വലിയ കേളിനേക്കാൾ വലിയുള്ള ആമയേക്കാൾ വലിപ്പമുള്ള ഉറുമ്പുകൾ പാഞ്ഞിറങ്ങി വരിക. ഓടിച്ചിട്ട് പോകുന്നില്ല. ആ മയ്യത്ത് വെക്കുമ്പോ അതിന്റെ മുകളിലേക്ക് വന്നു വല്ലാതെ പെരുകുകയാ. ഞാൻ ചോദിച്ച ആ പെണ്ണിന്റെ ജോലിയേടാ? ഉസ്താദേ, കല്യാണ വീട്ടിലും ഗാനമേള ട്രൂപ്പിലും പാട്ടുപാടി ഡാൻസ് ചെയ്യുന്ന പെണ്ണാ. പെങ്ങളെ, കബറിലേക്ക് വരില്ല മോളെ. കൊത്തിപ്പറിച്ചെടുക്കില്ലേ? മാംസം മുഖത്ത് നിന്നും മാറില്ലയോ? അതിന്റെ മുകളിൽ പശുക്കൾ പുല്ലിടുന്നില്ലേ? പക്ഷേ ഹാഫിളീങ്ങളായ മക്കൾ മരിച്ചാല് കബറിലേക്ക് വച്ചാല് ഓടിവരുന്ന പാമ്പും തേളും ബഹുമാനത്തോടെ മാറി നിൽക്കില്ലേ? ആ ശരീരത്തിന് തൊടില്ല. കാരണം അത് ഖുർആൻ മനഃപാഠമാക്കിയ ശരീരമാ, പടച്ചറബ് ബഹുമാനിച്ച ശരീരമാ. കബറിൽ വെച്ചാല് പുതിയാപ്പിളയെ പോലെ ഇസ്രാഫീൽ സൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ ഹാഫിളീങ്ങളുടെ കൺവീലി അടരില്ല, അവരെ കണ്ണുകൾ അടികില്ല, അവരുടെ മാംസത്തിൽ പുഴുക്കൾ പോലും തൊടില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ പ്രതീക്ഷയോടെ കണക്കാക്കുന്നതാണ്. റബ്ബേ, ആ പ്രതീക്ഷ നൽകണേ അല്ലാ. ഒന്നുമല്ലെങ്കിലും ഒരു ഹാഫിളാവാ റബ്ബെനിക്ക് അവസരം തന്നല്ലോ. UAE പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പാർക്കാ പോവാൻ പറ്റാത്തത്. എന്റെ പൊന്നുമോനെ, അതാർക്കും കിട്ടും. പക്ഷേ കബറിൽ വെച്ചാൽ പുഴുക്കൾ ബഹുമാനിക്കുന്ന ശരീരം ഹാഫിളീങ്ങളുടെയാ. അല്ലാഹുവേ, അല്ലാഹുവേ, അതുകൊണ്ട് കോതക്കുറിശ്ശിയിലെ സ്ഥാപനം നിങ്ങളുടെ സ്ഥാപനമാ. ഈ ഹാഫിളീങ്ങൾ നിങ്ങളുടെ മക്കളാ. പക്ഷെ അത് മാത്രം ഒത്താൽ പോരെ എന്റെ സഹോദരങ്ങളോട്. നമുക്കൊരു ഹാഫിളായ മോൻ വേണ്ടേ? നമുക്കൊരു ഹാഫിളത്തായ മോള് വേണ്ടേ? ഒരു ഹാഫിളായ മോൻ വേണ്ട പെങ്ങള്. ഉമ്മയുടെ മയ്യത്തങ്ങട് വെക്കുമ്പോ ആര് മയ്യത്ത് നിസ്കരിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോ ഞാനുണ്ടെന്ന് പറഞ്ഞെന്റെ ഉമ്മ വളർത്തി വലുതാക്കിയ ഹാഫിളാണ് പറയാൻ ഒരു മോൻ വേണ്ട സഹോദരങ്ങളെ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഈ സദസ്സിന് 49 52 ഹാഫിളീങ്ങള്, ഞാനടക്കം 53 ഹാഫിളീങ്ങള് ഈ സദസ്സിൽ ആമയും പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സദസ്സിന്റെ അവസാന സമയം ലക്ഷക്കണക്കിന് സ്വലാത്തുകൾ ചൊല്ലുന്ന സമയം 1 ലക്ഷം യാസീനോട് ഏപ്രിൽ 2-നും 3-നും പത്തംകുളത്ത് വലിയ മൈതാനിയിലും ജനസാഗരം വരും. അവരേക്ക് നിങ്ങൾ കാത്തിരിക്കുന്നത് പോലെ ഇന്നീ ആകാശത്തേക്ക് പാതിരാത്രിയുടെ സമയത്തിൽ കൈകൾ വരികയാ. ഇൻഷാ അല്ലാഹ് ഉസ്താദേ,
ഇൻഷാ അല്ലാഹ് ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ഇവിടെ ഒരു മദ്രസ പണിയണമെന്ന് ഈ സഹോദരങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ഖുർആനോടുന്ന മദ്രസക്ക് വേണ്ടി, ഹദീസ് പഠിക്കുന്ന മദ്രസക്ക് വേണ്ടി ഇൻഷാ അല്ലാഹ് ഈ സദസ്സിൽ വെച്ചിട്ട് എന്റെ എല്ലാ സദസ്സിലും ചോദിക്കുന്നത് പോലെ ഒരു 66,666 രൂപ, 6,066ന്റെ 10 ഇരട്ടി 66,666 രൂപ ഉസ്താദേ എന്ന മനസ്സിൽ വലിയ ആഗ്രഹമുണ്ടെന്ന് സാധിപ്പിക്കും. ഇൻഷാ അല്ലാഹ് ഈ മദ്രസക്ക് വേണ്ടി എന്റെ പൊന്നുമക്കളെ ഹാഫിളീങ്ങളാവണം എന്ന ആഗ്രഹത്തോടെ ഈ സദസ്സിൽ നിന്ന് ആദ്യമാരെങ്കിലും ഈ മദ്രസക്ക് വേണ്ടി ഒന്നുറക്ക കയ്യെന്ന് പൊക്കിയാലും മതി. ഇൻഷാ അല്ലാഹ് ആദ്യത്തിൽ ഞാൻ കൊടുക്കാം ഉസ്താദേ. സഹോദരിമാര് ഒരു സ്വർണ്ണാഭരണം മക്കൾക്ക് വേണ്ടി ഒന്ന് ഹാഫിളായി കിട്ടണം. നാളെ ഉമ്മ മരിച്ചാൽ ദുആ ചെയ്യുന്ന മക്കളാക്കണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ 10,000ങ്ങളുടെ ഇടയിൽ നിന്ന് 53ഓളം ഹാഫിളീങ്ങളാണ് പറയുന്ന സദസ്സിൽ ഒരു 66,666 രൂപ. ഇതേപോലെ എത്രയോ സദസ്സുകൾ ദുരങ്ങൾ നടന്നിട്ടുണ്ട്. 98% ക്യാൻസർ എന്ന സഹോദരൻ ഞാൻ തരാം ഉസ്താദേ എന്ന് പറഞ്ഞപ്പോ 14 ദിവസങ്ങളിൽ 30% തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുപോയിട്ടുണ്ട്. ഹാർട്ട് കാർട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വാതിലിടുന്നു. ഭാര്യ വെളിയിൽ നിന്നിട്ട് ഉസ്താദിന്റെ സദസ്സിലേക്ക് ഒരു 6,666 നിയത്താക്കിയപ്പോ ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പുഞ്ചിരിയോടെ പറഞ്ഞത് അനുഭവത്തിന് ഈ സദസ്സിന് നിൽക്കുന്നുണ്ട്. ഇത് വെറുതെ പഠിപ്പിച്ചു നിറയല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ആഗ്രഹത്തോടെ ആരെങ്കിലും ഒരാള് ഒരു 66,666 രൂപ ഈ സദസ്സിന് വേണ്ടി മദ്രസക്ക് കൊടുക്കാൻ ഇൻഷാ അല്ലാഹ് വാഗ്ദാനം ചെയ്ത് പിന്നീട് സമയാകുമ്പോ കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആരെങ്കിലും ഒരാൾ കൈപ്പൊക്കിയാൽ മതി. തഖബ്ബലല്ലാഹ് തഖബ്ബലല്ലാഹ്. റബ്ബേ സ്വീകരിക്കണേ. ഏതാഗ്രഹത്തോടെ രണ്ടാമത് ആഗ്രഹത്തോടെ പറയാ റബ്ബേ ആഗ്രഹമോ ഇതിന്റെ ബറക്കത്ത് കൊണ്ട് കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണയല്ല, പ്രയാസങ്ങൾ മാറ്റണയല്ല, അവരുടെ മക്കളെ ഹാഫിളീങ്ങളാക്കണയല്ല, അവരെ സമ്പത്തിന് ബറക്കത്ത് നൽകണയല്ല. ഇതിന്റെ ബറക്കത്ത് കൊണ്ടും മരണം വരെ കീറി മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കുന്നതല്ല. അവരുടെ പൊന്നുമക്കളെ അഭിമാനം നൽകുന്ന മക്കളെ ജീവിതത്തിലെ ഐശ്വര്യം നൽകണമല്ലാഹു. എന്തെങ്കിലും കടമോ പ്രയാസമോ ഉണ്ടെങ്കിലും മാറ്റിക്കൊടുത്ത് അവരുടെ സാമ്പത്തിക മേഖലയിലാണ് അതിന് ബറക്കത്ത് നൽകണേ അല്ലാ. റബ്ബേ ഹാഫിളീങ്ങളായ മക്കളാണ് ദുആ ചെയ്യുന്നത്. ഒരു തെറ്റും ചെയ്യാതെ 24 മണിക്കൂർ ഖുർആൻ പറയുന്ന മക്കള് ടീച്ചേഴ്സിന് തോട്ടത്തൊടി 66,666 രൂപ. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ, സ്വീകരിക്കണേ തമ്പുരാനെ. യൂസുഫ് നബിയുടെ കുടുംബത്തിന് ബറക്കത്ത് ചെയ്തതുപോലെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. സയ്യിദനാ മുഹമ്മദും വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ചൊല്ലുനാരാ പറയാ. ഒന്നാമത്തെ വീരാൻകുട്ടി മൂച്ചിക്കൽ കൂടോത്തക്ക് പേര് ഞാനകട്ട് 10 മിനിറ്റ് 3 സലാത്ത്. വീരാൻകുട്ടി സാഹിബിന്റെ മനസ്സിൽ വലിയ ആഗ്രഹം ഉണ്ടാവും. വസ്തു വാങ്ങിച്ചിട്ട് വിറ്റ് കത്ര വീരാൻകുട്ടി സാഹിബ് ഖത്തറിനതിനു വേണ്ടി വന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. ഹാഫിളീങ്ങളായ മക്കൾ ഇനി ആരും അനങ്ങരുത്. ഇപ്പൊ പോണ ഒരു നിർഭാഗ്യവാന്മാരാ. ദുആയുടെ പോകാന്ന് പറയും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. മൈദീൻ കുട്ടി തക്കബ്ബലല്ലാഹു കുലൂത്തക്ക് പേര് ഒരു 3 സലാത്ത് ഉറക്കെ സല്ലല്ലാഹു
അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാ. ഏതാഗ്രഹത്തോടെ ഈ സദക്ക വീട് അതിനെ നീ സ്വീകരിക്കണേ അല്ലാ. വീരാൻകുട്ടി സാഹിബിന്റെ ജീവിതത്തിലൂടെ മുറാദാണ് അതിനെ ഹാസിലാക്കണേ അല്ലാ. എല്ലാവിധ ഐശ്വര്യത്തിന്റെ കവാടം തുറക്കണേ റബ്ബേ. സാമ്പത്തിക മേഖലയിൽ നിക്ഷേപിക്കാത്ത ഉദ്ദേശിക്കാത്ത വർധനവ് നൽകണയല്ല. അദ്ദേഹം വളർത്തുന്ന പൊന്നുമക്കളെ ഏറ്റവും സാലിഹീങ്ങളാക്കണയല്ല. വൈദ്യൻകുട്ടി സാഹിബ് സദക്ക റബ്ബേ സ്വീകരിക്കണേ റഹ്മാനേ. അല്ലാഹു അതിന്റെ ബറക്കത്ത് കൊണ്ട് മരണം വരെ മുറിക്കപ്പെടുന്ന രോഗത്തിൽ നിന്ന് കാക്കണയല്ല. മുഹമ്മദ് കുട്ടി ദാരിമി മുല്ലാക്കാട്ടിൽ മുറിക്കും പറ്റ കുരുത്തക്കുബീർ അല്ലാഹു സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാ, വലിയ സന്തോഷം. ഒരിടവേളയ്ക്ക് വേണ്ടി വിശ്രമം കഴിഞ്ഞിട്ട് ഞാൻ വരുമ്പോ ഇത്രയും വലിയൊരു സദസ്സും അതേപോലെ സദക്ക ചോദിച്ചാൽ തരുന്ന ഒരു സദസ്സ് അള്ളാഹു ആക്കി തരട്ടെ. ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ സാധാരണക്കാർ കൂടുതൽ താമസിക്കുന്ന ഒരു മേഖലയാണ്. പക്ഷേ അൽഹംദുലില്ലാ, അള്ളാഹുവിന്റെ നൂറ്, അള്ളാഹുവിന്റെ വെളിച്ചം അത് ഈ മനസ്സിലോട്ട് ഇറങ്ങിയാൽ പിന്നെ ബറക്കത്ത്, ഇതൊരു വലിയ സംഖ്യയും കൂടിയാണ്. ഇപ്പൊ 6 പേരായി. അള്ളാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കണേ അല്ലാ. ബഹുമാനനായ ദാരിമി ഉസ്താദ് അഖിലനാരനാണ്. പടച്ചവനെ ഈ സദസ്സിന്റെ ദുആക്ക് വേണ്ടി നൽകിയതാണ് റബ്ബേ. നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഐശ്വര്യം പ്രദാനം ചെയ്യണേ അല്ലാ. എല്ലാവിധ നേമത്തുകളും നൽകണേ തമ്പുരാനെ. പൊന്നുമക്കളെ ഹാഫിളീങ്ങളാക്കണേ അല്ലാ. ഉപ്പാടം കാണാതെ പിടിച്ച ഖുർആൻ ഒരുക്കൊണ്ട് ഉപ്പാട മയ്യത്ത് ചുമക്കുന്ന, മയ്യത്ത് നിസ്കരിക്കുന്ന, മരിച്ചാലും ഉപ്പാക്ക് വേണ്ടി കൽബ് പൊട്ടി ദുആ ചെയ്യുന്ന പൊന്നുമക്കളാക്കി കൊടുക്കണേ അല്ലാ. പടച്ചവനെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ മാറ്റിക്കൊടുക്കണേ റഹ്മാനേ. സയ്യിദുനാ മുഹമ്മദിൻ വാലിഹി വസഹബി അജ്മഈൻ. ഇൻഷാ അല്ലാഹ് 7ാമത്തെ ഒരാളും കൂടെ 7ാമത്തെ അർശിന്റെ തണല് കിട്ടുന്നത് 7 വിഭാഗം ആളുകളാണ്. 7ാമത്തെ ആൾ അതുകൂടി പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നീങ്ങാം, ദുആയിലേക്ക് നീങ്ങാം. അല്ലാഹു കബൂലാക്കട്ടെ. വലിയ വസ്തുവൊക്കെ വാങ്ങിച്ചിട്ട് കുടുങ്ങി നിൽക്കുന്നവരുണ്ട്. ഒരർത്ഥത്തിൽ നിങ്ങൾ ഇവരോട് എല്ലാവരോടും ചോദിച്ചു നോക്കുക. ഈ സദക്ക കൊണ്ട് ധാരാളം ആളുകൾ ഗൾഫില്, വിദേശത്ത്, ദേശത്ത് ധാരാളം ആളുകൾ ഉസ്താദേ ഇതിനു വേണ്ടി ഒന്ന് ദുആ ചെയ്യണം എന്ന ആഗ്രഹത്തോടെ പറയുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു നന്മ നൽകുമാറാകട്ടെ. 7ാമത്തെ ഒരാളും കൂടെ അർശിന്റെ തണല് കിട്ടി കൈ ഒരു ശിക്ഷാം കൊടുത്തേക്കാം. ആണോ പെണ്ണോ ആരേലും? പെട്ടെന്ന് ഇതുകൊണ്ട് മാറിയിട്ടുണ്ട്. എല്ലാവരുടെയും എല്ലാ കാലത്തിലും കാത്തു ാടകര് നിങ്ങളുടെ കയ്യിൽ തരും. ഒരു മദ്രസ പണിയാനാണ്. 1 സ്ക്വയർ ഫീറ്റിന് 1200 രൂപയാണ് അതിന്റെ ചെലവ്. എല്ലാവരും കൂടി അവസാനത്തെ ദുആ ഇങ്ങനെ ഒരു സദസ്സിന് കിട്ടില്ല. കാരണം പറഞ്ഞു അങ്ങല്ല അത്തമ്രം ഹാഫിളുകൾ ഒരു സദസ്സിൽ ഇത്രയും വും ആ സ്ലിപ്പൊന്ന് പൂരിപ്പിച്ച് സംഘാസ്ലിപ്പ് തരംഗിലേക്ക് അതിയുടെ അഡ്രസ്സിന് വെടികാട്ടി എന്ന വിഷയവുമായി സംസാരിക്കുന്നുണ്ട്. സംഘാടകർ ആ സ്ലിപ്പ് തരും. അത് വാങ്ങിച്ച് അവിടെ തന്നെ ഇരുന്ന് നിങ്ങളുടെ ഫോൺ നമ്പർ മാത്രം എഴുതിയവർ 1 സ്ക്വയർ ഫീറ്റ് എങ്കിൽ ഒരു 10,000 പേരുണ്ട്. ഓരോ സ്ക്വയർ ഫീറ്റ് വെച്ചേറ്റാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ കാര്യങ്ങൾ 6 സ്ക്വയർ ഫീറ്റ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ നന്മ നൽകട്ടെ. സഹോദരിമാരും ഒരു 6666 രൂപയുടെ നിയ്യത്ത് വെച്ച് 6 സ്ക്വയർ ഫീറ്റ് അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ.
മൊയ്തീൻ സാഹിബ് 6 സ്ക്വയർ ഫീറ്റ്. അല്ലാഹുവേ, നീ അതിന് പകരം എല്ലാവിധ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ തമ്പുരാനെ. നന്മ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങൾ മറ്റു കൊടുക്കണേ തമ്പുരാനെ. എല്ലാവരും ഒന്ന് പെട്ടെന്ന് സ്വീകരിക്കും, ഒരാൾ ഒഴിവാകരുത്. അപ്പൊ പ്രധാനപ്പെട്ട പ്രഭാഷകൻ ന്യൂ ഇയർ പ്രഭാഷകൻ ഡിസംബർ 31 വല്ലപ്പുഴയിലാണ്. എല്ലാവരും 12 മണിയാകുമ്പോൾ 1 കോടി ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്യും. ഹുബ്ബ് റസൂൽ പ്രഭാഷണം 28-29 പെരിന്തൽമണ്ണ ടൗണിലാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ എല്ലാവരുടെയും ഒരു ഉത്സവം പോലെ നിങ്ങളതിന്റെ സംഘാടകരാണ്. ഏപ്രിൽ 2, 3 ശനി ഞായർ എന്റെ പ്രഭാഷണം. അതിനുമുമ്പ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് 1 ലക്ഷം യാസീനോദ് ദുആ ചെയ്യും. എല്ലാവരും അതിലേക്ക് ഇപ്പോഴെ യാസീനോദുക. 6666 രൂപ നമ്മുടെ ഹിഫ്ള് കോളേജിലേക്ക് സദക്ക ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ തന്നെ നിന്നാ മതി, ആരും ഇങ്ങോട്ട് വരണ്ട, നല്ല തിരക്കുണ്ട്. സാലിഹ് എന്താണ് വെറൈറ്റി 6666 അല്ലാഹു കബൂലാക്കട്ടെ. ഈ ഹാഫിളീങ്ങളുടെ ബറക്കത്തുണ്ട് അല്ലാഹു കബൂലാക്കട്ടെ. അസ്റഫ് തോട്ടത്തൊടി സ്ക്വയർ ഫീറ്റ് അല്ലാഹു കബൂലാക്കട്ടെ. ഒരു സഹോദരി അമ്പലപ്പാറ 6666 രൂപ. എം ബി അബൂ ഹനീഫ 50,000 രൂപ. കൂലു തക്ബീർ. അല്ലാഹുവേ സ്വീകരിക്കണേ തമ്പുരാനെ. ഏതാഗ്രഹമാണോ കബൂലാക്കണേ അല്ലാഹുവേ. എം ബി ഹൈദർ ഹാജി 5 സ്ക്വയർ ഫീറ്റ്. പെട്ടെന്ന് ഉത്തരവുക. ആസിം ബരിക്കുമാർ 1200 രൂപ സ്ക്വയർ ഫീറ്റ്. മരിച്ചുപോയ ദുആ കുന്നത്ത് മുഹമ്മദ് 10,000. കങ്കാടിയിൽ കുഞ്ഞുമൊയ്തു മരണപ്പെട്ടു ദുആ ചെയ്യാൻ 10,000. ഉമ്മാന്റെ കരുത്തിൽ അസുഖം മാറാൻ 6166. ആളുകളൊക്കെ അറിഞ്ഞു തരുന്നതാണ്. മരണപ്പെട്ട ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ 5000. മരിച്ചുപോയവരും മുറാദ് ഹാസിലാവാൻ 5000. കുട്ടികളുണ്ടാവാൻ വേണ്ടി ദുആ ചെയ്യാൻ 6666. ഒരു അനുഭാവി ദുആ ചെയ്യാൻ 6166. മകൻ അഷ്റഫ് 8-10 വർഷമായി കണ്ണിന്റെ മുകളിൽ പിരികത്തിന്റെ വേദന തുടങ്ങിയിട്ട് മാറിയിട്ടില്ല. ദുആ ചെയ്യാൻ 6166 രൂപ. ഇങ്ങനെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി. ഒരു സ്കൂൾ ടീച്ചറായ സഹോദരി തൊണ്ടയിൽ തൈറോയിഡ് സംശയമുണ്ട്, 4100 രൂപ. വിദേശ കഴിയുന്ന മക്കൾക്ക് വേണ്ടി 4000 രൂപ. എല്ലാവരും ഒന്ന് സലാത്ത് എല്ലാം തയ്യാറെടുത്തോളി. ഷംസുദ്ദീൻ സാഹിബ് 6166. ഫദ്ലുർ റഹ്മാൻ 6166. മകൻ ഹാഫിളാവാൻ വേണ്ടി ഒരു സ്വർണ്ണ മോതിരം ഒരു സഹോദരി. മരിച്ച മകളുടെ പേരിൽ ദുആ ചെയ്യാൻ ഒരു കമ്മലും തൂക്കും. കങ്കാടിയിൽ കുഞ്ഞുമൊയ്തു അല്ലാഹു ഖബറിടം വിശാലമാക്കട്ടെ. അല്ലുഖാന്റെ മരുമക്കളായ ജൗഹറ യസ്മ ഒരു കമ്മലും ഒരു മോതിരവും പ്രത്യേകം ദുആ ചെയ്യാൻ നേരത്തെ എത്തിച്ചതാണ്. നിയാസ് കാട്ടിൽപ്പുറം പാലക്കാട് ദുആ ചെയ്യാൻ 6266 രൂപ. മകൻ ഹാഫിളാവാൻ ദുആ ചെയ്യാൻ സഹോദരി ഒരു മോതിരം. അല്ലാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാം. അബ്ദുൽ റഷീദ് കുടക്കാട്ടിൽ 6166. ഷാജി ചെറിയമ്പുറം 1200 രൂപ. പറഞ്ഞിട്ട് ദുആ ചെയ്യാം. എല്ലാവരും ആഗ്രഹത്തോടെ സന്തോഷത്തോടെ ദുആ സ്വീകരിക്കണമെന്ന മുറാദോടുകൂടി എല്ലാവരും സലാത്ത് ചൊല്ലുക. എന്നിട്ട് ദുആ ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. റിഷാദ് മുഹമ്മദ് കോയ എന്ന മോൻ 4 വർഷമായി ആക്സിഡന്റായി കിടപ്പാണ്. ശരിക്കുള്ള ബോധം തിരിച്ചു കിട്ടിയിട്ടില്ല. സംസാരശേഷിയില്ല. ദുആ തളർന്നു കിടക്കാണ്. ദുആ ചെയ്യാൻ വേണ്ടി. സൈനബ അബൂബക്കർ എന്ന യുവതി ഒരാഴ്ച ശരീരമാസകലം വേദനയായി കിടപ്പിലാണ്. ദുആ ചെയ്യാൻ വേണ്ടി 600. 4 വർഷമായിട്ട് കിടപ്പാണ്. നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. കുട്ടി 4 വർഷം. അൽഹംദുലില്ലാഹ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. നമുക്കൊക്കെ ദുആ ചെയ്യാം. ഒരു കുട്ടിയെ ഹാഫിളാക്കാനുള്ള ചെലവ് നമ്മുടെ മക്കളോ ഹാഫിളായില്ല. ഒരു ഹാഫിളിന് 40 പേരെ സ്വർഗത്തിലേക്ക് ശുപാർശ ചെയ്യാം. നമ്മുടെ മക്കളായില്ല. നമ്മുടെ സമ്പത്തിന്റെ ചെലവ് കൊണ്ട് ഒരു കുട്ടി ഹാഫിളാക്കാൻ തീരുമാനിക്കും. എന്റെ സ്ഥാപനത്തിൽ എന്റെ എല്ലാം ഞങ്ങളൊക്കെ കൂടി നടത്തും. എന്റെ കമ്മിറ്റിക്കാരൊക്കെ ഉണ്ട് ഇവിടെ, ഉസ്താദന്മാരുണ്ട്. ആ സ്ഥാപനത്തിൽ ഒരു കുട്ടിയെ ചെലവേറ്റെടുക്കാൻ 1.5 ലക്ഷം രൂപയാണ്. ഒരു കുട്ടി പൂർണ്ണമായിട്ട് ഹാഫിളാവാൻ 1 വർഷം 50,000 രൂപ. കഴിയുന്നവരൊക്കെ എന്റെ ധാരാളം ചെറുപ്പക്കാരൊക്കെ. കഴിഞ്ഞ ആഴ്ച ഒരു ചെറുപ്പക്കാരൻ വടകരയെന്ന് പറഞ്ഞ ഉസ്താദെ ഷവർമ വെക്കുന്ന ജോലിയാണ്. എല്ലാ മാസവും ഞാൻ 3000 രൂപ വെച്ച് തരാം, എനിക്കൊരു കുട്ടി ഹാഫിളാക്കാൻ. അവന്റെ ജോലി ഷവർമ എന്നല്ലേ എന്ന് പറയണേ? എന്താ പറയണേ? അറബി പേര് ഷവർമ അല്ലേ? ചിക്കൻ അൽഫാം, ചിക്കൻ ബാർബിക്ക്, ചിക്കൻ ഷവായ്, മുഹാലഫത്തുൽ ഹവാദിഫ്, ഖിയാമും ബിൻ നഫ്സ്, അങ്ങനത്തെ പേരൊക്കെയാണ്. ആ സാധനം വിൽക്കണ കുട്ടിയാണ്. പറയാൻ മുത്തലിയാക്ക എനിക്ക് അതിന് ഞാൻ
എന്താ പറഞ്ഞപ്പോ എല്ലാം തീർന്നു പോയാലും ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരു കുട്ടിയെ അത് ഏറ്റെടുക്കാൻ പറ്റാത്തൊരു വർഷത്തെ ചെലവ് ഏറ്റെടുക്കുക. ഇവിടെ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ കോതക്കുറിശ്ശിയിൽ പഴയ IDCയുടെ സ്ഥാപനം, IDCയുടെ പ്രവർത്തകർ അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഈ വിനീതനടങ്ങുന്ന PT അബ്ദുറഹ്മാൻ സാഹിബ് സെക്രട്ടറി എക്കുന്ന ഒരു സദസ് ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയും നല്ല രീതിയിൽ ആ സ്ഥാപനം നിങ്ങളൊന്ന് വന്ന് കാണണം. ഉമ്മമാരൊക്കെ വരണം. നിങ്ങളുടെ മക്കളെ പോലെ ഒരു നേരത്തെ അവരെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണം, ഒരു ദിവസത്തെ ഭക്ഷണത്തിന് 5000 രൂപയാണ്. ഓരോ ദിവസം വരിക, മക്കളെ കാണുക, ദുആ ചെയ്യിപ്പിക്കുക. അള്ളാഹു കബൂലാക്കട്ടെ. അതിന്റെ പ്രവർത്തകർ അള്ളാഹു അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് 6660 രൂപ ഇഫ്ള് മക്കൾക്ക് വേണ്ടി നേർച്ചയാക്കി അതവിടെ എത്തിക്കുകയും ഞാനുള്ള സമയം നോക്കിയാൽ ഇൻഷാ അല്ലാഹ് ഞാൻ അവിടെ ഉണ്ടാകും. രാവിലെ 10 മുതൽ 12 മണി വരെ ഞാനുള്ള സമയത്ത് വന്നാൽ എന്നെ കാണാം. നമുക്ക് ദുആ ചെയ്യാം, പരസ്പരം പരിചയം പുതുക്കാം. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതോടൊപ്പം തന്നെ എല്ലാ മാന്യന്മാരായ ദേഹത്തോടും എന്റെ പ്രസംഗത്തിന് വിളിക്കാൻ വരുന്ന ആളുകൾ ആരിന് വീട്ടിൽ വരണ്ട, ഞാൻ കോളേജിലുണ്ടാവും, അവിടെ വരിക. വീട്ടിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, വീട്ടിൽ വന്ന ഭാര്യ കട്ടൻ ചായ ഇട്ടിട്ടും മടുത്തു. രാവിലെ തുടങ്ങിയ വൈകുന്നേരം ആകെ ആഴ്ച ഒരു ദിവസം വീട്ടിൽ ഉണ്ടാകും. അപ്പം ഭാര്യയുടെയും മക്കളുടെയും കൂടെ ഉണ്ടാവണ്ടേ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ കോളേജിൽ ഉണ്ടാവും. എപ്പോ വന്നാലും കാണാം, ആർക്ക് വേണേലും കാണാം, കുഴപ്പമൊന്നുമില്ല. പേരക്കുട്ടി ഹാഫിളാവാൻ വേണ്ടി 6666 രൂപ. നൗഷാദ് കേക്കര തൊട്ടിക്കുറിച്ച് ദുആ ചെയ്യാൻ വേണ്ടി, ഹാഫിളാക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ. ഉസ്താദ് എനിക്ക് ഹാഫിളാവണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഉമ്മായോട് ഉസ്താദ് ഒന്ന് പറയണം. മോനെ നിന്റെ ഉമ്മ ആരാന്ന് എനിക്ക് അറിയില്ലല്ലോ കൂട്ടാ. ആ നിഷാദ് എന്ന മോന്റെ മോന് ഭയങ്കര ആഗ്രഹമാണ്, ഉമ്മ തടസ്സമാണെന്ന് തോന്നുന്നു. ഉമ്മ ഹാഫിളാക്കാൻ വേണ്ടി അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. കൺസ്ട്രക്ഷൻ നടക്കുന്ന മദ്രസ ബിൽഡിങ്ങിന്റെ മുഴുവൻ വയറിങ്ങും ക്ലാസ് റൂമിന്റെ സ്പീക്കർ സിസ്റ്റവും ചെയ്യാം. തഖബ്ബൽ അല്ലാഹു, കബൂലാക്കട്ടെ. അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കട്ടെ. വാപ്പാക്കും ഉമ്മാക്ക് ആരോഗ്യത്തിന് വേണ്ടി വെച്ചാൽ അള്ളാഹു ആരോഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. കെ മുഹമ്മദ് കുട്ടി മുസ്ലിയാർ 10800 രൂപ. ക്യാൻസർ വരാതിരിക്കാൻ അള്ളാഹു ശരീരത്തിൽ നിന്ന് കൈമാറുകളെ 6666 ഒരു സഹോദരി ഒരു മോതിരം, ഒരു സഹോദരി കടം വിടാൻ വേണ്ടി വെച്ച്. ഫാത്തിമ കടലുവളപ്പിൽ പത്തരിപ്പാല ദുആ ചെയ്യാൻ 6166. റഹിന സലീം 6160. മാനു ഹാജി 10000 രൂപ കൊടുത്തു കിട്ടിയ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു നന്മ നൽകട്ടെ. മുഹമ്മദ് لما لاودنا محمد خير سلطان بكرم صلى الله مالي حبيب سوى محمد يوم القيامة لي أنعم صلى الله ميلاد سيدنا محمد أم القرى برد معلم صلى الله أعمار سيدنا محمد 60 في أم معلم صلى الله. اللهم صل على سيدنا محمد والآل أهل البيت سلم صلى الله. ഒരു സഹോദരി മരിച്ചുപോയ ഭർത്താവിന്റെയും മാതാവിന്റെ അച്ഛൻ ഒരു മോതിരം. CP സംസു കുട്ടികളുടെ പഠിപ്പിനും പപ്പാനത് അച്ഛൻ 6166. ആ ലിസ്റ്റ് ഉണ്ട്, പൂരിപ്പിച്ച് പെട്ടെന്ന് കൊടുക്കും. ഹമീദ് 6166. ജാഫർ PK 2500 രൂപ. അസുഖം മാറാൻ അള്ളാഹു മച്ചു കൊടുക്കുമാറാകട്ടെ. സമയേറെ വൈകി 1 മണിയാവുന്നു. മുഹമ്മദ് അനസ് 1200 രൂപ. യൂസുഫ് സിദ്ദീഖ് 1200 രൂപ. അലി 1000 രൂപ. മറിയ 1200 രൂപ. സലീന 1200 രൂപ. ഇൻഷാ അല്ലാഹ് ആ സ്ലിപ്പ് കിട്ടുന്നതനുസരിച്ച് ദുആയുടെ ഇടയിൽ എത്തിച്ചാൽ ഈ മഹനീയമായ ദുആയുടെ സദസ്സിൽ നമുക്ക് പ്രത്യുത്തരം കിട്ടുന്ന, ദുആഇന് മറുപടി കിട്ടുന്ന സദസ്സായി അല്ലാഹു കബൂലാക്കട്ടെ. നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇരുന്നോണം. കുട്ടികളെ അടിക്കണ സഹോദരിമാരൊക്കെ ഇരുന്നോളും, കുഴപ്പമില്ല.
നിൽക്കാൻ താക്കത്തുള്ളവർ മാത്രം നിന്നാൽ ഇല്ലാത്തവരൊക്കെ ഇരുന്നോളി. അള്ളാഹു ഇതിന്റെ സംഘാടകർ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ വലിയൊരു കഷ്ടപ്പാട്, ഏറ്റവും നല്ല പ്രചരണം. മുത്തലിബ് സാഹിബിന്റെ നേതൃത്വത്തിൽ ഞാൻ ഡേറ്റ് കൊടുത്തിട്ട് 45 ദിവസമാകുന്നുള്ളൂ. മുത്തലിബ് സാഹിബിന്റെ നേതൃത്വത്തിൽ വലിയിട്ട് 5 കൂടി ദിവസം എടുത്തിട്ട് അള്ളാഹു അവർക്ക് പകരം സ്വർഗത്തിന്റെ ഭവനം കൊടുക്കട്ടെ. ആ ഒരു മുരുകട്ടയിൽ കൊച്ചും വലുതും അടക്കം സർവ്വാളുകളും പരമാവധി പരസ്യം ചെയ്തു. അതിന്റെ ഒരു പ്രയോജനം ആളുകൾക്ക് ഇവിടെ എത്തുകയും ചെയ്തു. എല്ലാവരും പറഞ്ഞു മഴയാ സമയത്ത് ഇപ്പൊ വാതു വേണ്ട. ഇന്നലെ മിനിങ്ങാന്ന് മഴയുണ്ടായിരുന്നു, ഇന്ന് മഴയില്ല. ഷെയ്ഖുനാന്റെ കറാമത്തോന്നൊന്നും മാറി. ഷെയ്ഖുനാന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ. അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കേണ്ട. അള്ളാഹുടെ വലിയ മഹദ് ഫദ്ലാണ്. നമ്മളൊക്കെ വെറും കീടങ്ങൾ. നമ്മളൊന്നുമല്ല. അള്ളാഹു ഈ സദസ്സിലേറോ എന്നേക്കാൾ നല്ല, ഈ നിൽക്കുന്ന എന്നേക്കാൾ നല്ലവരാണ് നിങ്ങളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ആരെയൊക്കെ ദുആ അല്ലാഹു സ്വീകരിച്ചു. മഴക്കാറൊക്കെ മാറി നല്ല ഒരു സദസ്സ് അള്ളാഹു ഒരുക്കി തന്നു. അത് ഈ സംഘാടകരുടെ വലിയ ഒരു ഇഖ്ലാസാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. മുത്തലിബ് സാഹിബിനെയും സംഘത്തെയും, ബാക്കിയുള്ളവരുടെ പേരൊന്നും എനിക്കറിയില്ല. വീരാൻകുട്ടിയുടെ അസന്റെയും പേരൊക്കെ എനിക്ക് രായി ഉമ്മാടെ പേര് ദുആച്ച് 25,000 രൂപ. കുലു തക്ബീർ. പൈസ ആയിട്ടില്ല. പെട്ടെന്ന് എല്ലാവരും ഒന്ന് പറയുന്ന അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഇപ്പൊ പിരിവിനുള്ള വാത് നിർത്തി. 2.5 മണിക്കൂർ വാത് പറയും. 10 മിനിറ്റ് പിരിക്കും. കിട്ടണത് കിട്ടിയാ കിട്ടി. അൽഹംദുലില്ലാഹ്. ഇവിടെ വലിയ പിശുക്കില്ലാത്ത സ്ഥലമാണ്. അബ്ദുസ്സലാം അപ്പുക്കാട്ടിൽ 666 രൂപ. ഷെരീഫ് KV 1200 രൂപ ഓരോ സ്ക്വയർ ഫീറ്റിന്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല സദഖ ചെയ്യുന്ന സഹോദരങ്ങളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുമാറാകട്ടെ. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകരുടെ PP കുഞ്ഞുമോൻ 6666 രൂപ. റബ്ബ് സുബ്ഹാനഹു വ തആല ഇൻഷാ അല്ലാഹ് ഈ പേരുകൾ ഇനിയും തരുന്ന ആളുകളൊക്കെ എന്നോട് പറയണം. എന്റെ എല്ലാ സദസ്സിലും ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. 14-ാം തീയതി